ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് FPS സെക്കൻഡ് മൊഡ്യൂൾ ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. അതിൽ നമ്മൾ ഇന്നലെ അത്യാവശ്യം ടോപ്പിക്സ് കവർ ചെയ്തതാണ്. അതിലെ MCQs ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അതിലെ കപ്പാസിറ്റൻസ് കുറച്ച് ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നു, അതും കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യും. അപ്പോൾ MCQ ആയതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് അറിയാം, നമ്മൾ ഇന്നലെ കുറച്ച് PSC ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതിൽ തന്നെ അറിയാം മിക്കതും ഒരു ബേസിക് ലെവൽ അല്ലെങ്കിൽ അത്യാവശ്യം സിമ്പിൾ ലെവൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ചെറിയ ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കാണുന്നില്ലേ? ഹലോ, ഓക്കെ. A charge Q is enclosed by a Gaussian spherical surface of radius R. If the radius is doubled, then the outward electric flux will. ചോദ്യം മനസ്സിലാക്കുക. ചോദ്യം എന്താ? ഒരു ചാർജ് ഉണ്ട്, അതിന് ചുറ്റും നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞ ഒരു ഗോഷ്യൻ സർഫസ്, ഒരു സ്ഫെറിക്കൽ സർഫസ് അസ്യൂം ചെയ്തു. ഇനി ഇവിടെ നോക്കുന്നത് ആ ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് ഡബിൾ ആക്കുകയാണ്. ഓക്കെ, റേഡിയസ് ഡബിൾ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സിന് എന്താണ് സംഭവിക്കുക? അത് ഇൻക്രീസ് ചെയ്യോ, 4 ടൈംസ് ഇൻക്രീസ് ചെയ്യോ, ബി റെഡ്യൂസ്ഡ് ഹാഫ്, ദെൻ റിമെയിൻ സെയിം, ദെൻ ഇറ്റ് ഈസ് ഡബിൾഡ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? പറയൂ, ഏതാണ്? റേഡിയസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡബിൾ ആവോ? ഇല്ല. അത് നമുക്കറിയാം. ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇന്നലെ ഗോസ് തിയറം പഠിച്ചതാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഫ്ലക്സ് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടുത്തെ ചാർജ് എൻക്ലോസ്ഡ് അല്ലെങ്കിൽ Q എൻക്ലോസ്ഡ് ബൈ ε0 ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഗോഷ്യൻ സർഫസ് ഇനി ചെറിയ സർഫസ് ആണെങ്കിലും അതല്ല, ഇനി വലിയ സർഫസ് എടുത്താലും നമുക്ക് അവിടെ എന്താ വേണ്ടുള്ളൂ? ആ വലിയ സർഫസിന്റെ റേഡിയസിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇലക്ട്രിക് ഫ്ലക്സ് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഏത് സർഫസ് അല്ലെങ്കിൽ ആ എൻക്ലോസ്ഡ് സർഫസ് എടുത്താലും അതിലെ ടോട്ടൽ ചാർജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ആ ഗോഷ്യൻ സർഫസിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. അതുപോലെ റെഡ്യൂസ്ഡ് ഹാഫ് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി, റിമെയിൻ ദ സെയിം. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് കുറെയൊക്കെ ക്ലിയർ ആയില്ലേ? അത് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക? എന്നാൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അത് ഗോസ് തിയറം പ്രകാരം നമുക്കറിയാം, ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? Q എൻക്ലോസ്ഡ് ബൈ ε0 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, സെക്കൻഡ് ചോദ്യം. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. അതായത് ആ ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡൈപോൾ മൊമെന്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാലും നിങ്ങൾ ഒരു ഓർമ്മ വെച്ചാണ് ഇത് സോൾവ് ചെയ്യാം. ഇവിടെ എന്താണ് ചോദ്യം? An electric dipole moment P is placed in an electric field of intensity. അതൊരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ then assume that the potential energy of the dipole to be 0 when theta equal to 90 degree. The torque and the potential energy of the dipole will respectively. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒന്നുമില്ല, ജസ്റ്റ് എന്താ ഈ ഡൈപോൾ മൊമെന്റിനെ ആക്ട് ചെയ്യുന്ന ടോർക്കും അതുപോലെ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് എന്താണ് വരിക? ഡൈപോളിന്റെ ടോർക്കും പൊട്ടൻഷ്യലും എന്താ വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോ എന്ന് പറഞ്ഞാൽ ഡൈപോളിന്റെ ടോ എന്താണ് വരുന്നത്? പി ക്രോസ് ഇ അല്ലേ? ഇത് രണ്ട് വെക്ടർ ആട്ടോ. അതായത് പി പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ്, അതുപോലെ ഇ ആണ് ഇലക്ട്രിക് ഫീൽഡ്, ടോ പറഞ്ഞാൽ അവിടുത്തെ ടോർക്ക്. അത് നമുക്കറിയാം, ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ പി ഇതെന്തായിട്ട് എഴുതാൻ പറ്റും? PE സൈൻ തീറ്റ എന്ന് എഴുതി കൂടെ? എഴുതാലോ. അത് നമുക്ക് ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം? ഇതിൽ എയിലും ബിയിലും ഒക്കെ പി സൈൻ തീറ്റ ഉണ്ട്. അത് പിന്നെ അവിടെ ഒരു ഓപ്ഷൻ, അതിൽ ഡി ക്യാൻസൽ ചെയ്യാം. അടുത്തത് പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക? ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി, യുവിന്റെ ഇക്വേഷൻ എന്താ? ഡൈപോൾ യു ഈക്വൽ ടു മൈനസ്
പി ഡോട്ട് ഇ എന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പി ഡോട്ട് ഇ ആണെന്ത് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി വരുന്നത് ഡൈപോളിന്റെ കേസിൽ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് പി ഇ സൈൻ തീറ്റയാണോ കോസ് തീറ്റയാണോ? പി ഇ കോസ് തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അല്ലേ? പി ഇ സൈൻ തീറ്റയും അതുപോലെ മൈനസ് പി ഇ കോസ് തീറ്റ. അതിൽ പി ഇ സൈൻ തീറ്റയാണ് എന്ത് ഇവിടുത്തെ ടോർക്ക്, അതുപോലെ പൊട്ടൻഷ്യൽ എനർജി വരുന്നത് ഡൈപോളിന്റെ എന്താ മൈനസ് പി ഇ കോസ് തീറ്റ. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? അതിന് ആൻസർ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ടോർക്ക് പി ഇ സൈൻ തീറ്റ, പൊട്ടൻഷ്യൽ എനർജി യു മൈനസ് പി ഇ കോസ് തീറ്റ. ഓക്കെ, അടുത്ത ചോദ്യം, ഇതിന്റെ ആൻസർ പറയൂ. എ തിൻ സ്ഫെറിക്കൽ ഷെൽ ഈസ് ചാർജ്ഡ് ബൈ സം സോഴ്സ്. അതൊരു സ്ഫെറിക്കൽ ഷെല്ലുണ്ട്, ഷെല്ലാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക, സ്ഫെറിക്കൽ ഷെല്ലാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ സർഫസിൽ മാത്രമല്ലേ എന്തുണ്ടാവുള്ളൂ? ഫീൽഡ് അല്ലെങ്കിൽ ചാർജസ് ഉണ്ടാവുള്ളൂ, ഇൻസൈഡ് ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ് സി ആൻഡ് പി ഷോൺ ഇൻ ദ ഫിഗർ ഈസ്. അതായത് നമ്മൾ കാണുമ്പോൾ വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നും. സംഭവം എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനല്ലേ. എങ്ങനെ കാണാൻ പറ്റുക? അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യം എന്താ? അതായത് ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താണ് വരുന്നത്? നമുക്ക് ആദ്യം എന്ത് അറിയണം? സി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ അറിയണം, അതുപോലെ പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ അറിയണം. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയായിട്ട് എഴുതാൻ പറ്റും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഡി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിട്ട് എഴുതാം? വി പി മൈനസ് വി സി എന്ന് എഴുതാലോ? എഴുതാം. ഇനി നിങ്ങൾ പറ, ഇവിടുത്തെ സി എന്ന പോയിന്റ് അല്ലെങ്കിൽ പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താ വരിക? പറയൂ, എന്താ വരിക? നമ്മൾ പൊട്ടൻഷ്യൽ ഇക്വേഷൻ പഠിച്ചത് എന്താ? പൊട്ടൻഷ്യൽ പറഞ്ഞാല് കെ ക്യൂ ബൈ ആർ ആണോ ആർ സ്ക്വയർ ആണോ? കെ ക്യൂ ബൈ ആർ അല്ലേ? ഇവിടെ ഇപ്പൊ ആറ് റേഡിയസ് തന്നിട്ടുണ്ട്, അപ്പൊ കെ ക്യൂ ബൈ ആർ ആണ്. ഇനി ഇത് സ്ഫെറിക്കൽ ഷെൽ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഈ പി സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് എന്ത് ഇതിന്റെ ഉള്ളിൽ ഇൻസൈഡും ഉണ്ടാവുക. അല്ല, പൊട്ടൻഷ്യലിന് അവിടെ പ്രത്യേകിച്ച് വ്യത്യാസം വരുന്നില്ല. അങ്ങനെ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എന്താ? വി പിയും വി സിയും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഡി എന്താണ് വരിക? 0 ആണ് അല്ലേ? കാരണം അതെന്താ? ഇത് സ്ഫെറിക്കൽ ഷെല്ലാണ് ചോദിച്ചത്. സ്ഫെറിക്കൽ ഷെല്ലാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ സർഫസിലും അതുപോലെ ഇൻസൈഡ് ഒക്കെ തന്നെയാണ് യൂണിഫോം തന്നെയാണ് വരിക. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ കേസിൽ എന്താണ് വരും? 0 ആണ് വരിക. അതായത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. ഇത് കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി. അപ്പൊ ആ ഇക്വേഷൻ ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. പൊട്ടൻഷ്യലിന്റെ വാല്യൂ വി പറഞ്ഞാൽ കെ ക്യൂ ബൈ ആർ ആണ്. ദെൻ നമുക്കറിയാം ഇതൊരു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ആയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ വി സി എന്നുള്ള പോയിന്റിലും വി പി എന്നുള്ള പോയിന്റിലും എന്ത് തന്നെയാണ്? സെയിം ആണ്. അതുകൊണ്ട് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടി വരും. പെന്നും പേപ്പറൊക്കെ ഉണ്ട് വിചാരിക്കുന്നു. ഇതെന്താണ് വരിക? ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at a distance of 9 centimeter from the point charge 4 into 10⁻⁻7 കൂളോം. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇവിടെ തന്നിട്ടുണ്ട് എന്താ? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതായത് 6 തന്നിട്ടുണ്ട്. 6 തന്നിട്ടുണ്ട്, എത്രയാണ്? 9 സെന്റിമീറ്റർ. അടുത്തത് പിന്നെ വേറെന്താ തന്നിട്ടുള്ളത്? നമുക്കറിയാം ഇവിടുത്തെ പോയിന്റ് ചാർജ് അതായത് ക്യൂ 4 into 10⁻⁻7 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ പോരെ? അത് എക്സാമിന് നിങ്ങൾ ആലോചിക്കുക, എക്സാമിന് ഇങ്ങനത്തെ ചോദ്യം വരുമോ എന്നുള്ളത്. അതായത് എക്സാമിന് ഇങ്ങനെ എന്ത് നമുക്ക് ഒരു ഏകദേശം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് വലിയ ഹൈ ലെവൽ ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പ്രോബ്ലംസ് വരാം, പക്ഷെ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളെ വരുള്ളൂ. അത് നമുക്ക് ആ ഇക്വേഷൻ ആദ്യം അറിയണം. വിന്റെ ഇക്വേഷൻ എന്താ? വി ഈക്വൽ ടു കെ ക്യൂ ബൈ ആർ. ഇനി പറ, കെന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി, 9 into 10⁻⁹. അടുത്തത് ക്യൂവിന്റെ വാല്യൂ എന്താ? ക്യൂ 4 into 10⁻⁻7. അത് ചെയ്ത് നോക്കൂ, എന്ത് വരും? ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 6 അല്ലേ? 6 9 into അതിനെ എന്തിലേക്ക് മാറ്റണം?
മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 9 × 10⁻². അത് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? 9 ഒക്കെ വെട്ടാം. ചെയ്യുമ്പോൾ എന്ത് വരും? യെസ്, ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണോ വരുന്നത്? കിട്ടിയോ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് 4 × 10⁻4 വോൾട്ട്. അത് ചെയ്ത മെത്തേഡ് സിമ്പിൾ ആണ്. ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്തിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഓക്കെ, അത് കൂടുതൽ പറയുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് ഇത് ചെയ്ത് നോക്കൂ. ഇഫ് എ കണ്ടക്ടിങ് സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഈസ് ചാർജ്. ഓക്കെ, ഒരു കണ്ടക്ടിങ് സ്ഫിയർ ആണ് തന്നിട്ടുള്ളത്. ദെൻ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഗ്രേറ്റർ ദാൻ ആർ. അതായത് ഇവിടെ നമ്മൾ എന്ത് ഔട്ട്സൈഡ് റീജിയൻ ആണ് നോക്കുന്നത്. ഓക്കെ, ദെൻ ഫ്രം ദ സെന്റർ ഓഫ് ദ സ്ഫിയർ, ദെൻ ദ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഇവിടെ വി തന്നിട്ട് എന്താ? വി ഈക്വൽ ടു ആണ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ്. ദെൻ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ആദ്യം നോക്കാം. ഈ സർഫസിൽ എന്തുണ്ട്? പൊട്ടൻഷ്യലിന്റെ വാല്യൂ വി ആണ് പറഞ്ഞിട്ടുണ്ട്. വിന്റെ വാല്യൂ എന്താ? വി പറഞ്ഞാൽ എന്താ? വി ഈക്വൽ ടു KQ/R അല്ലേ? KQ/R. ദെൻ നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താ വരിക? ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാല് KQ / ഇവിടെ നോക്കുക. ഇവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? പുറത്തുള്ള ഇതല്ല നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. അപ്പൊ എന്ത് വരും? KQ/r ആണോ ക്യാപിറ്റൽ R ആണോ വരിക? സ്മോൾ r, അതിന്റെ സ്ക്വയർ എന്നല്ലേ വരിക? അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ ഇപ്പൊ നോക്കുക, E = KQ/R² എന്ന് കിട്ടി. ഇനി അതിൽ നിന്ന് എനിക്ക് E ആണ് കണ്ടുപിടിക്കേണ്ടത്. E = ഇനി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ ഫസ്റ്റത്തെ V = KQ/R എന്നുള്ള ഇക്വേഷനിൽ ഇതിൽ നിന്ന് KQ-ന്റെ വാല്യൂ എന്താ വരിക? അതിൽ നിന്ന് KQ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? KQ എന്ന് പറഞ്ഞാൽ V × R എന്ന് എഴുതി കൂടെ? V × R എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഈ KQ-ന്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുക? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ ആൻസർ വരിക? അപ്പൊ VR. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി. ഇത് ചെയ്ത് മനസ്സിലാകാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് ഓക്കെ അല്ലേ? അതായത് നോക്കുക, അതായത് വിന്റെ വാല്യൂ KQ/R ആണ്. ദെൻ E എന്ന് പറഞ്ഞാൽ എന്താ? KQ/R². നമുക്ക് ഓൾറെഡി പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് KQ-ന്റെ വാല്യൂ പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? KQ എന്ന് പറഞ്ഞാൽ V × R ആണ്. അങ്ങനെയെങ്കിൽ നേരെ എന്ത് ചെയ്യുക? ഈ സെക്കൻഡ് ഇക്വേഷനിൽ KQ-ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ E എന്ന് പറഞ്ഞാൽ നേരെ എന്ത് കിട്ടും? VR / ഇവിടെ ഓൾറെഡി ഉള്ള R². അപ്പൊ ആൻസർ ഓപ്ഷൻ സി എന്ന് വരും. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്യല്ലേ? അടുത്തത് ഇതൊരു ലോജിക് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ചോദ്യമാണ്. ഇഫ് ഇന്റഗ്രൽ E.ds = 0 ഓവർ എ സർഫസ്. അതായത് നോക്കുക, ഇന്റഗ്രൽ E.ds പറഞ്ഞാൽ എന്താ? ഫ്ലക്സ് അല്ലേ? ഫ്ലക്സ് 0 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സർഫസിൽ ഫ്ലക്സ് 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദ്യം. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നാമത്തേത് നോക്കാം. ഓപ്ഷൻ എ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഈസ് കോൺസ്റ്റന്റ്. അത് ശരിയാണോ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ സർഫസ് ഈസ് കോൺസ്റ്റന്റ്. സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയാൽ നമുക്ക് എന്ത്? E.ds 0 വരുമോ? ഇല്ലല്ലോ. വരുമോ? ആലോചിച്ച് നോക്കുക. ഇല്ല. അപ്പൊ ഏ തെറ്റാണ്. അടുത്തത്, ഓൾ ദ ചാർജസ് മസ്റ്റ് നെസസറിലി ബി ഇൻസൈഡ് ദ സർഫസ്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ? അതായത് ആ സർഫസില് എല്ലാ ചാർജസും അലൈൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അതും തെറ്റാ. അടുത്തത്, ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സർഫസ് ഈസ് നെസസറിലി യൂണിഫോം. അത് ഓക്കെയാണോ? അല്ല. ദെൻ നമുക്ക് എന്ത്? എലിമിനേഷൻ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ദ നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് എൻറ്ററിങ് ദ സർഫസ് മസ്റ്റ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് ലീവിങ് ഇറ്റ്. അതായത് ഒരു സർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർഫസിലേക്ക്
എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻ്റർ ചെയ്യുന്നുണ്ടോ അതാണല്ലോ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഒരു സർഫസിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ടോ അതിന്റെ എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുക, ആ മെഷർമെന്റിനെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇതേ എൻ്റർ ചെയ്ത ഇലക്ട്രിക് ഫീൽഡുകളൊക്കെ എന്ത് ചെയ്യും, ഇതേപോലെ എന്താ അവിടെ നിൽക്കുന്നില്ല, എല്ലാം പുറത്തോട്ട് പോവാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിട്ട് മാറും, അവിടെ 0 ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇന്റഗ്രൽ ഓവർ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ 0 പറഞ്ഞാൽ ആ സർഫസിൽ എൻ്റർ ചെയ്ത ഫീൽഡ് ലൈൻസും അതുപോലെ എക്സിറ്റ് ചെയ്ത ഫീൽഡ് ലൈൻസും തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റർ ചെയ്ത എല്ലാ ഫീൽഡ് ലൈൻസും എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്തില്ലാത്തത്, ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിട്ട് മാറിയത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എൻ്റർ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ എന്ത്, അല്ലെങ്കിൽ അതേ ഫീൽഡ് ലൈൻസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. ഇതെന്താ വരിക? A dipole of dipole moment P is placed in a uniform electric field E, then the torque acting on it is given by. ഡയറക്റ്റ് ചോദ്യം ഏതാണ്? ബി ആണ് അല്ലേ? ടോ ഈക്വൽ ടു പി ക്രോസ് ഇ ആണ്, അല്ലെങ്കിൽ പി ഡോട്ട് ഇ സൈൻ തീറ്റ. ഇത് ടോ പി ഡോട്ട് ഇ പറഞ്ഞാൽ വരാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഡോട്ട് പ്രോഡക്റ്റ് വരുന്നത് ഇതിനാ പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോഴാണ്. യു ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ പറഞ്ഞാണ്ട് അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ പി കോസ് തീറ്റ എന്നൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം. അടുത്തത് ഇതൊരു ചെറിയ ലോജിക്ക് വെച്ച് ചെയ്യേണ്ട ചോദ്യമാണ്, നോക്കാം. എ ചാർജ് ക്യൂ മൈക്രോ ക്യൂളം ഈസ് പ്ലേസ് അറ്റ് ദ സെന്റർ ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിന്റെ സെന്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഫ്രം ഈച്ച് ഫേസ് വിൽ ബി. അതായത് നമുക്കറിയാം ഒരു ക്യൂബ് ആണല്ലോ, ക്യൂബിന് എന്തായാലും 6 ഫേസുകൾ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്യൂബ് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ സെന്ററിൽ നമ്മുടെ ചാർജ് വെച്ചിട്ടുണ്ട്. ഇവിടെ സെന്ററിലാണ് എൻ്റെ ക്യൂ. ഓക്കെ, സെന്ററിൽ ചാർജ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ, ഇവിടെ എന്താ ചോദ്യം? ഇവിടെ ഫ്ലക്സ് കാണാനല്ലേ. ഫ്ലക്സ് എന്താ വരിക? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോസ് തിയറം പ്രകാരം ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ആണ്. ഇനി നിങ്ങൾ പറ, ഇവിടെ ഞാൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇതിന്റെ ടോട്ടൽ ചാർജ് ക്യൂ തന്നെയാണ് വരിക. ദെൻ ഇവിടെ ചോദ്യം എന്താ വരുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഫ്രം ഈച്ച് ഫേസ് എന്നാ പറഞ്ഞത് അല്ലേ? അങ്ങനെയെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ, അതായത് ടോട്ടൽ ഈ ക്യൂബ് മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജ് ബൈ എപ്സിലോൺ 0 ആണ് അവിടുത്തെ ഫ്ലക്സ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഓരോ ഫേസിലും എന്താ വരിക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അതായത് ഇതിന്റെ ആൻസർ വരിക 1/6 ക്യൂ ബൈ എപ്സിലോൺ 0. പിന്നെ ക്യൂവിന്റെ വാല്യൂ ഇവിടെ ജസ്റ്റ് മൈക്രോ കൂളം ഇട്ട് കൊടുത്തുള്ളൂ. ജസ്റ്റ് ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണോ? ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ, ബി ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്യൂ ബൈ 6 എപ്സിലോൺ 0 ഇൻറ്റു 10⁻⁻⁶. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അടുത്തത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇത് അത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. ഇതിന്റെ ആൻസർ നിങ്ങൾ പറയൂ, ഞാൻ പറയുന്നില്ല. എ ചാർജ് ക്യൂ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് എ ക്യൂബ്. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ഫേസ് ഈസ്. ക്യൂബിന്റെ സെന്ററിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ഫേസ്, അതായത് ഓരോ ഫേസിലൂടെയും പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കാണും? ഏതാ വരിക? ബി ആണോ? ഡിയോ? ഡി എങ്ങനെ വരിക? നിങ്ങൾ ചെയ്ത് നോക്കൂ. അതാണ് ഇത് കാണുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യനാ. തെറ്റിച്ച് കണ്ടോ? തെറ്റിയില്ലേ? നിങ്ങൾ നോക്കുക. അതായത് നമുക്ക് അറിയുന്ന കാര്യം എന്താ, അത് ആദ്യം ഫ്ലക്സ് നമ്മുടെ ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. അതെന്താ പറയുന്നത്, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നമുക്കറിയുന്ന കാര്യം എന്താ, ഓരോ ഒരു ക്യൂബ് ആയതുകൊണ്ട് തന്നെ 6 ഫേസുകൾ ഉണ്ട്. അപ്പൊ എനിക്കറിയാം എന്താ, ക്യൂ ബൈ 6 എപ്സിലോൺ 0 എന്ന് നമ്മൾ ഒരു സൈഡിലൂടെ ഉള്ളത് പഠിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ എന്താ, ഇവിടെ ഈ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ തന്ന ഓപ്ഷൻ എന്താ, ഇവിടെ നോക്കുക. ഇതിനെ ഞാൻ എന്ത് മുകളിലും താഴെ ഞാൻ 4π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വരും? അപ്പൊ എനിക്ക് ലാസ്റ്റ് കിട്ടിയത് 4π Q ഡിവൈഡഡ് ബൈ
6 അവിടെ ഉണ്ട്. ജസ്റ്റ് ഞാൻ അതിനെ ഒന്ന് വൃത്തിക്ക് എഴുതി. അത് 4πε0. അപ്പൊ ഇനി പറ, അപ്പൊ ഇത് ഓപ്ഷൻ ഡി ആണോ? ഇതാണോ വരിക? ആണോ? അല്ല, ബി ആണ് ആൻസർ. കണ്ടോ? നമ്മൾ ചെറിയ ചെറിയ അശ്രദ്ധ മതി തെറ്റി പോവാൻ. അപ്പം ശ്രദ്ധിക്കുക. ഇത് മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത ചോദ്യം ജസ്റ്റ് ഇത് ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മേ ബി ചെയ്യാൻ എളുപ്പമാണ്. എ ബുള്ളറ്റ് ഓഫ് മാസ് 2 gram ഈസ് ഹാവിംഗ് എ ചാർജ് ഓഫ് 2 microcoulomb. Then the potential difference must it be accelerated starting from rest to acquire a speed of 10 meter/second. അതായത് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ബുള്ളറ്റ് തന്നു, ആ ബുള്ളറ്റിന്റെ മാസ് 2 gram ആണ്. ദെൻ അതിന്റെ ചാർജ് ഒരു 2 microcoulomb ഉണ്ട് പറഞ്ഞു. ദെൻ ഇവിടെ എന്താ പറയാ, ഇവിടുത്തെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത് എപ്പോ? ഇത് 10 meter/second ആക്സിലേറ്റ് ചെയ്യണ ആ സമയത്തുള്ള, അല്ലെങ്കിൽ സീറോയിൽ നിന്ന് അല്ലെങ്കിൽ റെസ്റ്റിൽ നിന്ന് 10 meter/second ആ റീജിയനിൽ എത്തുന്നവരെയുള്ള ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങളിത് എങ്ങനെ ചെയ്യും? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഒരു വസ്തു അല്ലെങ്കിൽ ബുള്ളറ്റ് എന്താവട്ടെ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാവില്ലേ? കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇവിടെ 12 mv² ഉണ്ട്. ഇത് എന്തിന് ഈക്വൽ ആവണം? ഇതെന്തിന് ഈക്വൽ ആവണം? ഇവിടുത്തെ വർക്ക് ഡൺ അല്ലെങ്കിൽ അവിടുത്തെ എനർജി എന്താ വരിക? എനർജി നമ്മൾ പൊട്ടൻഷ്യലും വർക്ക് ഡണ്ണും നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വി ഈക്വൽ ടു W/Q. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ത് വരും? വി ഇൻറ്റു ക്യൂ എന്ന് എഴുതാം. അതായത് 12 mv² ഈക്വൽ ടു വി ക്യൂ എന്ന് ഇക്വേഷൻ കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിച്ചത് എന്താ? വി ആണ് ചോദിച്ചിട്ടുള്ളത്. വി ഈക്വൽ ടു എന്ത് വരും? വി ഈക്വൽ ടു 12 mv² ഇൻറ്റു 12 mv² ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് വരും. ഇനി ഇതിലേക്ക് നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ വരിക? നിങ്ങൾ ആൻസർ പറയൂ. ഇക്വേഷൻ കിട്ടിയല്ലോ, ഇനി നേരെ ആൻസർ പറയൂ. എന്താ വരിക? ഏതാണ് വരിക? എ ആണോ? 5 kV ആണോ? kV ആണോ? 50 ആണോ? ഏതാ വരുന്നത്? സിമ്പിൾ അല്ലേ? ഇതാ ഹാഫ് എമ്മിന്റെ വാല്യൂ 2 gram ആണ്. അപ്പൊ അതിനെ എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. അപ്പൊ 2 ഇൻറ്റു 10⁻². ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ -2 ആണോ -3 ആണോ? -3 അല്ലേ? അപ്പൊ 12 mv². വിന്റെ വാല്യൂ എന്താ? ഇവിടെ 10 meter/second തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കൺവേർട്ട് ചെയ്യുന്നു വേണ്ട. അപ്പൊ 10 meter² എന്നല്ലേ വരിക? ഓക്കെ, 10 ഇൻറ്റു 10 12 mv² ആയി. അതെ ഡിവൈഡഡ് ബൈ എന്താണ് തന്നിട്ടുള്ള ചാർജ്? 2 ഇൻറ്റു മൈക്രോ പറയുമ്പോൾ 10⁻⁻6. ഇനി ഇതിനെ ജസ്റ്റ് വെട്ടി കളഞ്ഞാൽ മതി. അതായത് ഞാൻ മുതൽ 2ഉം ഈ 2ഉം വെട്ടി, ദെൻ ഈ 2ഉം ഈ 10ഉം വെട്ടിയാൽ 5. പിന്നെ ഈ -3യും ഈ -6ഉം വെട്ടിയാൽ ഇവിടെ താഴത്ത് -3 വരും. അത് മുകളിലേക്ക് പോകുമ്പോൾ മുകളിൽ 10³ എന്ന് വരും. പിന്നെ ബാക്കി റിമൈനിങ് 5ഉം 10ഉം ഉണ്ട്. ബാക്കി റിമൈനിങ് 50 ഇൻറ്റു 10³ വോൾട്ട്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 50 kV എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ? ഇത് കിട്ടിയില്ല എല്ലാവർക്കും? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. അതായത് നമുക്കറിയാം ഇവിടുത്തെ ഇക്വേഷൻ എന്താ? 12 mv² ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിട്ട് മാറണം? ഇവിടുത്തെ എനർജി ഈ കേസിൽ Q ഇൻറ്റു വി, ഈ എനർജിക്ക് ഈക്വൽ ആവണം. അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇത് കാണാനാണ്. അങ്ങനെയെങ്കിൽ വി ഈക്വൽ ടു എന്ത് വരും? 12 mv². ഈ ക്യൂവിനെ എങ്ങോട്ട് കൊടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് വരും. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഡയറക്റ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 12 എമ്മിന്റെ വാല്യൂ 2 ഇൻറ്റു ഗ്രാം ആയതുകൊണ്ട് കിലോഗ്രാമിലേക്ക് മാറ്റണം, 10⁻³ 12 m. വിന്റെ വാല്യൂ എന്താണ്? 10 meter/second ആണ്. അപ്പൊ v² ആണല്ലോ വരിക. അപ്പൊ 10 ഇൻറ്റു 10 അപ്പൊ ഓക്കെ, ഡിവൈഡഡ് ബൈ ക്യൂ അല്ലേ? ക്യൂവിന്റെ വാല്യൂ എന്താ? 2 അല്ലല്ലോ, 2 microcoulomb ആണ്. അപ്പൊ 2 ഇൻറ്റു
10⁻⁻6. ഇനി സാധാ സിമ്പിൾ കാര്യങ്ങൾ, അതായത് ഇപ്പൊ എന്താ, ഇപ്പൊ ഈ ടൂവും വെട്ടി, പിന്നെ ഈ 2ഉം ഈ 10ഉം വെട്ടി, അപ്പൊ എനിക്ക് ഇവിടെ 5 കിട്ടി. ദെൻ ബാക്കി റിമൈനിങ് ഇവിടെ 50 വരും. അപ്പൊ 50, ബാക്കി ഈ 10⁻³ ഈ -6ഉം വെട്ടുമ്പോൾ ഇവിടെ -3 വരും താഴത്ത്. അതിന് മുകളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 50 × 10⁻³ വരും. അതായത് എന്താ വരിക? 10⁻³ പറഞ്ഞാൽ കിലോ അല്ലേ? അപ്പൊ നേരെ ആൻസർ 50 kV എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ജസ്റ്റ് അതിന്റെ ഇത് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ½ mv² = qv. ദെൻ ഓക്കെ, ½ × ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ അടുത്ത ചോദ്യം, ഇതും ഒരു ലോജിക് വെച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. An electric dipole has the magnitude of its charge as q and its dipole moment is p. ജസ്റ്റ് പറഞ്ഞോളൂ. Then it is placed in a uniform electric field. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. Then if its dipole moment is along the direction of the field, the force on it and its potential energy are respectively. അത് നമ്മളോട് ഡയറക്റ്റ് ചോദിച്ചാണ്. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ അക്രോസ് ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതുപോലെ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കാനാണ്. അപ്പൊ നിങ്ങൾ പറ, എന്തായാലും ഡൈപോൾ പറഞ്ഞാൽ എന്താ? ഡൈപോൾ പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഒരു പ്ലസ് ഒരു മൈനസ്, രണ്ട് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പറ, ഇവിടുത്തെ ഫോഴ്സിന്റെ അവസ്ഥ എന്താ? ഇതിപ്പോ പ്ലസ് ക്യൂ ആണ്, ഇത് മൈനസ് ക്യൂ ആണ്. നിങ്ങൾ പറ, ഇവിടുത്തെ ഫോഴ്സ് ഈ ഭാഗത്തുള്ള ഫോഴ്സ് എന്താ വരിക? എന്ത് വരും? പോസിറ്റീവ് ആയിട്ട് വരും. ഓക്കെ, അതായത് kq ബൈ k. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ എഴുതാം, q × e എഴുതിക്കൂടെ? F = q × e അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ q × e വരും. ഇനി ഈ കേസിലോ ഇവിടുത്തെ ഫോഴ്സ് എന്താ വരിക? ഇവിടെ മൈനസ് ആയതുകൊണ്ട് F = -QE എന്ന് വരും. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താ വരിക? നെറ്റ് ഫോഴ്സ് പറഞ്ഞത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? F = 0 വരും. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താണ് വരുന്നത്? 0 ആണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത്, ആ 0 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാ? ഓപ്ഷൻ സി. അവിടെ 0 വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ മിനിമം അല്ലേ വരിക? എലോങ് ദ ഡയറക്ഷൻ, അതായത് ഈ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ മിനിമം അല്ലേ വരിക? കാരണം എന്താ, പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ നമുക്കറിയാം U = -P.E ആണ്. അതായത് ഈക്വൽ ടു -PE cos θ അല്ലേ? എലോങ് ദ ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലാണ് എങ്കിൽ ഇവിടുത്തെ തീറ്റ എന്താ വരിക? തീറ്റ 0 അല്ലേ വരിക? തീറ്റ 0 ആണ്. ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ എന്ത് വരും? -PE എന്നാണ് വരിക അല്ലേ? അപ്പൊ -P എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ യുവിന്റെ വാല്യൂ, പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താ വരിക? ഏറ്റവും മിനിമാണ് എവിടെ വരുന്നത്? ഈ എലോങ് ദ ഡയറക്ഷനിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ ചോദിച്ചത് എന്താണ്? എലോങ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ അവിടെ മിനിമം വരും, ഫോഴ്സ് 0 വരും. ഇനി നിങ്ങളോട് നേരെ തിരിച്ച് ഇതിന്റെ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കൊടുത്താൽ മതി? ഇവിടുത്തെ ആംഗിളെ മാറുന്നുള്ളൂ. ഇവിടെ ആംഗിള് തീറ്റിന്റെ വാല്യൂ ഇവിടെ എന്ത് വരും? cos 180 വരും. cos 180ന്റെ വാല്യൂ എത്ര? -1 ആണ്. അങ്ങനെയെങ്കിൽ മൈനസും പാടെ ഇവിടെ പ്ലസ് ആവും. അപ്പൊ +P എന്ന് വരും. അതായത് 180 ഡിഗ്രി ആവുമ്പോൾ ഇവിടുത്തെ, അല്ലെങ്കിൽ ആംഗിൾ 180 ഡിഗ്രി ആവുമ്പോൾ നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ത് വരും? മാക്സിമം വരും. ഓക്കെ ആണല്ലോ? ഈ ഇത് മനസ്സിലായി പറഞ്ഞത്? ഓക്കെ അല്ലേ? ജസ്റ്റ് പറഞ്ഞോളൂ. ഇതാ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്താണ്? 0 ആണ്. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി -P ആണ് വരുന്നത്. ഇതാ ഇനി അടുത്തത്, ഇതും ഡയറക്റ്റ് ചോദ്യമാണ്, സിമ്പിൾ ആയിട്ട്. ഇനി നിങ്ങൾ പറയുന്നതിന്റെ ആൻസർ. An electric dipole of moment P is laying along a uniform electric field. The work done in rotating the dipole by 90 degrees is.
എന്ത് വരും? വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദ ഡൈപോൾ ബൈ 90 ഡിഗ്രി ഈസ്. പറ, PE ആണോ, √2PE ആണോ, PE/2 ആണോ, 2PE ആണോ? നോക്കാം. വർക്ക് ഡൺ പറഞ്ഞാൽ ഇവിടെ എന്ത് ഇക്വേഷൻ സിസ്റ്റം ഒന്ന് ഓർത്ത് വെക്കുക. ഇന്റഗ്രൽ 0 ടു ഇന്റഗ്രൽ അല്ല, W = ഇന്റഗ്രൽ 0 ടു തീറ്റ PE സൈൻ തീറ്റ ഡി തീറ്റ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ PE പുറത്തെടുത്തു, സൈൻ തീറ്റ ഡി തീറ്റ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ത് വരും? P × 1 - cos തീറ്റ. പിന്നെ ഇവിടെ എന്ത്, തീറ്റിന്റെ വാല്യൂ 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? തീറ്റിന്റെ വാല്യൂ 90 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത്, ഇവിടുത്തെ വർക്ക് ഡൺ വരുന്നത് എന്താണ്? PE ആണ് വരുന്നത്. അതായത് ഈ ടേം എന്ത് വരും? ഇത് 0 ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് വർക്ക് ഡൺ ഇൻ ഡിഫ്ലക്റ്റിംഗ് എ ഡൈപോൾ ത്രൂ ആൻ ആംഗിൾ. അതായത് ഒരു ആംഗിളിൽ, അതായത് തീറ്റിനെ നമ്മൾ എന്ത്, ഇത് അതിന്റെ ഡൈപോൾ എങ്കിൽ ഇതിനെ എനിക്ക് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ തീറ്റ ആംഗിളിൽ എനിക്ക് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ അതിന് ഞാൻ എത്ര വർക്ക് ചെയ്യണം? അതിന്റെ ഇക്വേഷൻ ആണ് എന്ത്? ജസ്റ്റ് W = ഇന്റഗ്രൽ 0 ടു തീറ്റ PE സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, അതിൽ ഇതിന് ഞാൻ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ PE cos തീറ്റ എന്ന് വരും. ആ cos തീറ്റ ഞാൻ എന്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ PE × 1 - cos തീറ്റ വരും. ദെൻ നമുക്ക് ഇവിടെ ആംഗിൾ എന്ത്, തീറ്റ 90 ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത്. 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് വരും? സൈൻ തീറ്റന്റെ വാല്യൂ, തീറ്റന്റെ വാല്യൂ 90 ഡിഗ്രി കൊടുക്കുക. ദെൻ W = P × 1 - cos 90. cos 90 0 ആയതുകൊണ്ട് നമുക്ക് ആൻസർ W = P × E എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ, P × E. അടുത്തത്, ഇത് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ഫ്രീ സ്പേസ് ഡ്യൂ ടു ചാർജ് Q കൂളം ഈസ് Q × 10⁻11 വോൾട്ട്. അതായത് നമുക്ക് ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V തന്നിട്ടുണ്ട്. V എന്ത് പറഞ്ഞിട്ടുണ്ട്? Q × 10⁻11 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ദെൻ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ്, നമ്മൾ പറഞ്ഞത് എന്താ? E കണ്ടുപിടിക്കാനാണ്. അത് ചെയ്ത് നോക്കൂ. ഇന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ ഇതേപോലെ വിയും ഇയും തമ്മിൽ റിലേഷനിൽ ചെയ്തിരുന്നു. ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. എന്താ V പറഞ്ഞാൽ എന്താണ്? V എന്ന് പറഞ്ഞാൽ K, അല്ലെങ്കിൽ ഇപ്പൊ Kന്റെ വാല്യൂ ഇപ്പൊ ഞാൻ 4 ഓക്കെ, ഞാൻ K ഇടാണ്. K Q/R. R അല്ലേ? R ആണ്. അതേപോലെ E എന്താ വരിക? E പറഞ്ഞാല് K Q/R² ആണല്ലോ. ഇനി ഈ V = KQ/R ന്റെ വാല്യൂ എന്താണ് തന്നിട്ടുണ്ട്? അത് പറഞ്ഞാൽ Q × 10⁻11 ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതൂ. ഇതിനെ ഇന്റെ ടേംസിലേക്ക് മാറ്റിയാൽ എന്ത് വരും? E = എനിക്ക് V/R എന്ന് എഴുതിക്കൂടെ? V/R എന്ന് എഴുതിക്കൂടെ? E = അതായത് V എന്ന് പറഞ്ഞാൽ KQ/R ആണ്, E പറഞ്ഞാൽ KQ/R² ആണ്. അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത്, ഇതിനെ ഈ V/R ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇനി നേരെ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? വിന്റെ വാല്യൂ നമുക്കറിയാം. E എന്ന് പറഞ്ഞാൽ V/R ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. Q × 10⁻11 ആണ്. അതേ ഇൻറ്റു ഇനി 1/R ന്റെ വാല്യൂ എന്താണ് വരിക? ഈ 1/R ന്റെ വാല്യൂ എങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ നേരത്തെ കിട്ടിയ ഇക്വേഷൻ, അതായത് V എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുണ്ട്? KQ/R എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ എന്താണ്? Q × 10⁻11 ആണ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് 1/R എന്താ വരിക? ഇതിൽ നിന്ന് 1/R പറഞ്ഞാൽ ഈ ക്യൂവും ഈ ക്യൂവും വെട്ടി 1/R ആണ് എന്ത് കിട്ടും? 10⁻, പറയൂ. എന്താ കിട്ടിയത്? ലാസ്റ്റ് ആൻസർ എത്ര കിട്ടി?
ആ 1/r കാണുക, അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും ലാസ്റ്റ്? ഈക്വൽ ടു 4, അതായത് കെന്റെ വാല്യൂ ജസ്റ്റ് 4πε0. പിന്നെ ബാക്കി അവിടെ 10⁻11 2 പ്രാവശ്യം അവിടെ മുകളിൽ വരും. 4πε0 Q ഇൻറ്റു 10⁻22 എന്ന് പറഞ്ഞു വരും. ജസ്റ്റ് അതിന്റെ ആ എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ, അതായത് V പറഞ്ഞാൽ 1/4πε0 Q/r അല്ലെങ്കിൽ KQ/r 1. അടുത്തത് അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, Q ഇൻറ്റു 10⁻11 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ E എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4πε0 Q/r². അതിൽ നിന്ന് E എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V/r എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നേരെ എന്ത് ചെയ്യുക? വിന്റെ വാല്യൂ ഈ Q ഇൻറ്റു 10⁻11 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി 4πε0 ഈ വാല്യൂ എവിടെ നിന്നാണ് കിട്ടിയത്? അത് പറഞ്ഞാൽ നമ്മുടെ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഈ ഇക്വേഷനിൽ നിന്ന് അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4πε0 10⁻11 ആണ് എന്ത്? എന്റെ 1/r വാല്യൂ വരിക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക 4πε0 അവിടെ ഉണ്ട്, ബാക്കി റിമൈനിങ് ആയിട്ട് എന്തുണ്ട്? ഒരു Q അവിടെ കിടക്കുന്നുണ്ട്, Q then 10⁻11 ഇൻറ്റു 10⁻11, അതായത് 10⁻22. ഓക്കെ, ഈ ചോദ്യം മനസ്സിലായില്ലേ? ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാനായോ? ഓക്കെ അല്ലേ? ഇത് ചെയ്താൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാനോ? ഓക്കെ, എന്നാ ഇനി വളരെ സിമ്പിളായ ചോദ്യം. ഇത് നിങ്ങൾ കറക്റ്റ് പറയൂ, എല്ലാവരും കമന്റ് ചെയ്യൂ. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് 3r/2 ഫ്രം ദ സെന്റർ ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടിങ് സ്ഫെറിക്കൽ ഷെൽ. അപ്പൊ ഒരു സ്ഫെറിക്കൽ ഷെല്ല് അസ്യൂം ചെയ്യാം. ദെൻ നേരെ എന്ത്? ഒരു സ്ഫെറിക്കൽ ഷെല്ല്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്. ദെൻ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് r/2 ഫ്രം ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഈസ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് r/2, ഇതിപ്പോ r ആണെങ്കിൽ ഈ ഡിസ്റ്റൻസിൽ ഇതാണ് എന്റെ ഷെല്ല്, ഇതിന്റെ r/2 ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസിലുള്ള എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ പറ. ഒരു സ്ഫെറിക്കൽ ഷെല്ലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻസൈഡ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവോ? ഇല്ല. കണ്ടോ, വളരെ സിമ്പിൾ ആണ്. അതായത് ചോദ്യം കാണുമ്പോൾ വലിയ ഹൈ ലെവൽ ചോദ്യമാണ്, പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എന്താണ്? ഇൻസൈഡ് സ്ഫെറിക്കൽ ഷെൽ എന്നുള്ള കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് കിട്ടില്ല? ഇവിടെ ഇതിന്റെ വാല്യൂ ഇവിടെ 0 ആണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് ഓൾവേസ് 0. ഇനി വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യങ്ങളാണ്, ഇതിന്റെ ആൻസർ വേഗം പറയാം. ഗോസ് ലോ ഈസ് ട്രൂ ഫോർ ക്ലോസ്ഡ് സർഫസ് ആണോ, അല്ലെങ്കിൽ എനി ഷേപ്പിന് നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആണോ, അതോ ഓപ്ഷൻ ബി പ്രകാരം ഓൺലി സ്ഫെറിക്കൽ സർഫസിന് മാത്രമാണോ, അതോ ഓൺലി സിമെട്രിക്കൽ സർഫസിന് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ, ഓൺലി യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ്? ഇതിന്റെ ആൻസർ എന്താ വരിക? ഗോസ് ലോ ഏതിനൊക്കെ ആപ്ലിക്കബിൾ ആണ്? യെസ്, റെനീസ് പറഞ്ഞ ശരിയാണ്, ഓപ്ഷൻ എ. അതായത് ഏത് ഷേപ്പിലുള്ള വസ്തുവിന് നമുക്ക് എന്ത് ചെയ്യാം? എവിടെ നമുക്ക് ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് ആ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സർഫസ് ഇപ്പൊ ഒരു എന്താ പറയാ യൂണിഫോം അല്ല എങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ഇലക്ട്രിക് ഫീൽഡ് കിട്ടൂല. ഓക്കെ, അത് ഇതിന്റെ ലിമിറ്റേഷൻ ആണ്. എന്തായാലും ഒരു ഏത് സർഫസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഗോസ് തിയറം അവിടെ അപ്ലൈ ചെയ്യാം, പക്ഷെ വാല്യൂ അത്ര ആക്യുറേറ്റ് ആവണമെന്നില്ല. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതായത് നമ്മളിപ്പം ഒരു സ്ഫിയർ ആണെങ്കിലും അതുപോലെ സിലിണ്ടർ ഒക്കെ ആണെങ്കിലും ഏകദേശം യൂണിഫോം ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിമെട്രിക് ഒരു എന്താ പറയാ മെറ്റൽ പ്ലേറ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ നമുക്ക് കറക്റ്റ് വളരെ ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഓക്കെയാണ്, പക്ഷെ എന്നാലും ഗോസ് തിയറം ഏത് ക്ലോസ്ഡ് സർഫസിലും അപ്ലൈ ചെയ്യാം, അതേപോലെ ഏത് ഷേപ്പ് ഉള്ളതും അസ്യൂം ചെയ്യാൻ പറ്റും. എന്തായാലും ഇവിടെ ക്ലോസ്ഡ് സർഫസ് എന്നുള്ള ആ ഒരു കാര്യം ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഗോസ് ലോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഡിപ്പെൻഡ്സ് ഓൺ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാം? ആ സർഫസിന്റെ അല്ലെങ്കിൽ ഗോഷ്യൻ സർഫസിന്റെ അല്ലെങ്കിൽ ഷേപ്പിനാണോ, അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ആണോ,
വോളിയം ഓഫ് ദ സർഫസ് ആണോ, സർഫസ് ഏരിയ ആണോ, എന്താണ് വരിക? നിങ്ങൾ കമന്റ് ചെയ്യൂ. ഏതാണ്? യെസ്, അതായത് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ അതിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വോളിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സർഫസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, എന്നാ അടുത്ത ചോദ്യം ഇത് പറയൂ. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഈസ്. ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എന്താ വരുന്നത്? 0 എവരിവെയർ ആണോ, കോൺസ്റ്റന്റ് ആൻഡ് നോൺ സീറോ ആണോ, മാക്സിമം അറ്റ് ദ സെന്റർ, ദെൻ ഡിക്രീസിങ് ലീനിയർലി വിത്ത് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ, എന്താ വരിക? എന്തായാലും കോൺസ്റ്റന്റ് ആണോ? അല്ല, അത് ഉറപ്പല്ലേ? അടുത്തത് 0 ആണോ? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലീസ്, അതോ മാക്സിമം ആണോ? ഏതാ വരിക? കമന്റ് ചെയ്യൂ. ഏതാണ് വരുന്നത്? 0 അല്ലേ? അല്ല, ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല, അപ്പം 0 ആണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്തത്, വിച്ച് വൺ ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഗോസ് ലോ? ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻസ് ഓൺലി ഓൺ സർഫസ് ഏരിയ, അത് ശരിയാണോ? ഫ്ലക്സ് ഡിപ്പെൻസ് ഓൺ ബോത്ത് ചാർജസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സർഫസ്, ദെൻ നെറ്റ് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്, ദെൻ നെറ്റ് ഫ്ലക്സ് ഈസ് ഓൾവേസ് 0 ഫോർ എനി സർഫസ്. പറ, ഇതിന്റെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ ആണോ? ഗോസ് തിയറം പ്രകാരം ഇലക്ട്രിക് ഫ്ലക്സ് സർഫസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അപ്പൊ ഏത് തെറ്റി? അടുത്തത്, ഫ്ലക്സ് ഡിപ്പെൻസ് ഓൺ ബോത്ത് ചാർജസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സർഫസ്, ഇത് ശരിയാണോ? അതായത് ഓക്കെ, 5 തവണ ശരിയാണ്, സി ആണ്. അതായത് ബി എന്തായാലും തെറ്റാണ്. കാരണം എന്താ? ഇൻസൈഡ് മാത്രമേ നമ്മൾ അസ്യൂം ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ഔട്ട്സൈഡ് നമ്മൾ എടുക്കുന്നില്ല, അത് തെറ്റാണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് എന്താ? ഗോസ് തിയറം എവിടെയാണ് കറക്റ്റ് ആയിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നെറ്റ് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ദെൻ അടുത്തത്, ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. ഇതെന്ത് വരും? എ ലൈൻ ചാർജ് വിത്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ placed along the axis of a cylindrical Gaussian surface of radius r and length l. The electric flux through the curved surface is. നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എന്ത് വരും? ബി ആണോ വരിക? കണ്ടോ, തെറ്റിയത് കണ്ടോ? നിങ്ങൾ ആലേക്ക് ഇന്നലെ പഠിച്ചത്, ഇന്നലെ പറഞ്ഞത് എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് ആണോ ഇലക്ട്രിക് ഫീൽഡ് ആണോ പറഞ്ഞത്? സംഭവം കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ആണെന്ത്? നമ്മളൊരു സിലിണ്ടറിന്റെ കേസിൽ, അല്ലെങ്കിൽ ഒരു ലീനിയർ എന്താ പറയാ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇ എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ പഠിച്ചത് ഇന്നലെ? ലാംഡ ബൈ 2πε0 r എന്ന് പഠിച്ചിട്ടുണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ അവിടെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? എന്താണ് എടുക്കാൻ? ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് നമുക്കറിയാലോ, ഗോസ് തിയറം പ്രകാരം ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? Q/ε0 അല്ലേ? ഇനി ഇവിടെ തന്നിട്ടുള്ള എന്താ? ഇവിടെ ലൈൻ ചാർജും അതുപോലെ ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡി തന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ? ലാംഡനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എന്താണ് ലാംഡ? ലാംഡ ആണ് എന്താ? ലാംഡ ലീനിയർ ചാർജ് ഡെൻസിറ്റി. അതെന്താണ്? ഒരു സാധനത്തിന് ഡെൻസിറ്റി പറയുമ്പോൾ എന്താ വരിക? ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പൊ എന്തായാലും Q ഡിവൈഡഡ് ബൈ ലെങ്ത്, അതാണല്ലോ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലെങ്ത്തിനാണല്ലോ വരിക. Q/L ആണ് ലാംഡ വരിക. അതുപോലെ നമുക്ക് ഇനി വരും സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി. അതെന്താ? ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ, സർഫസ് ഏരിയ അല്ലേ? അതേപോലെ വോളിയം ചാർജ് ആണെങ്കിൽ നമുക്ക് റോ പറഞ്ഞാൽ എന്ത് ചെയ്താൽ പറ്റും? Q ഡിവൈഡ് ബൈ
വോളിയം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ലാംഡ ഈക്വൽ ടു ക്യൂ ബൈ എൽ ആണ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതാൻ പറ്റും? ഇതിൽ നിന്ന് ക്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ലാംഡ എൽ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എനിക്ക് ടോട്ടൽ ചാർജ് കിട്ടി, ക്യൂ ആണ്. അങ്ങനെയെങ്കിൽ ഗോസ് തിയറം പ്രകാരം ഫ്ലക്സ് പറഞ്ഞാൽ എങ്ങനെയായിട്ട് എഴുതാൻ പറ്റും? ഫൈ ഈക്വൽ ടു ടോട്ടൽ ചാർജ്, അതായത് ലാംഡ എൽ എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അവിടുത്തെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ. ഓക്കെ, ലാംഡ എൽ ബൈ എപ്സിലോൺ 0. അപ്പൊ ഇത് മാറിപ്പോയത്, ഇപ്പൊ നിങ്ങൾ തന്നെ ചില ആൾ തെറ്റിച്ചു. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ചോദിച്ചപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ആൻസർ എഴുതി, ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്നാൽ ഈ ലാംഡ എൽ ബൈ എപ്സിലോൺ 0 ആണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ദെൻ അടുത്ത ചോദ്യം, ഡയറക്റ്റ് ചോദ്യം. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ആൻ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് യൂസിങ് ഗോസ് ലോ. എന്താ വരിക? ഇത് തെറ്റിക്കരുത്, ഇത് കറക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദ്യമാണ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ലാംഡ ബൈ 2π എപ്സിലോൺ 0 ആർ ആണോ, അതോ ലാംഡ ബൈ 4π എപ്സിലോൺ 0 ആർ സ്ക്വയർ ആണോ, ലാംഡ ആർ ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ ക്യൂ ബൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ? ഏതാ വരിക? ഒരു കാര്യം നമുക്കറിയാം, ഇതെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എവിടെ ചോദിച്ചിട്ടുള്ളത്? ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണ്. ലൈൻ ചാർജ് പറഞ്ഞാൽ അവിടെ എന്തായാലും ലാംഡ വരുന്ന കാര്യം മനസ്സിലായി. അപ്പം എന്തായാലും നമുക്ക് എന്ത് ഡി അല്ലാന്ന് കിട്ടി. അടുത്തത് പിന്നെ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ, ഡയറക്റ്റ് എഴുതാം. എന്താണ്? ലാംഡ ഈക്വൽ ടു, സോറി ലാംഡ അല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2π എപ്സിലോൺ 0 ആർ. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ ഇന്നലെ പറഞ്ഞതാണ്, ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡും ആ ആറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എ ഈക്വൽ ടു, സോറി എ ആണ് വരുന്നത്, ലാംഡ ബൈ 2π എപ്സിലോൺ 0 ആർ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഏതാ വരുന്നത്? ഇതേതാ? തെറ്റല്ലേ? ഓക്കെ, അടുത്തത്. A point charge Q is placed at one corner of a cube. The electric flux through all the face of the cube is. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രിക് ഫ്ലക്സ് തന്നെയാണ്, അതായത് ക്യൂ ബൈ എപ്സിലോൺ 0 ആണ് നമുക്ക് അറിയാം കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ തന്നിട്ടുള്ളത് ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബിന്റെ എവിടെ സെൻട്രലാണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ? ക്യൂ ബൈ എപ്സിലോൺ 0 പറയാം. ഇവിടെ നോക്കുക, ഇവിടെ സെൻട്രലല്ല, ഇവിടെ എവിടെ കൊടുത്തിട്ടുള്ളത്? ഇവിടെ എന്റെ പാർട്ടിക്കിൾ കിടക്കുന്നത് ഇതിന്റെ ഒരു കോർണറിലാണ്. ഓക്കെ, കോർണറിലാണ് കൊടുത്തത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഈ കേസിൽ അസ്യൂം ചെയ്യേണ്ടത്, ഇതിനെന്ത് ചെയ്യാ? ഒരു വലിയ ഇതിന് ചുറ്റുമായിട്ട് ഒരു വലിയ എന്താ പറയാ, ക്യൂബ് അസ്യൂം ചെയ്യാം. അതായത് ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത പോലെ ഇവിടെ മൊത്തം 8 ക്യൂബ് വെച്ച് നമുക്ക് എന്താ ഒരു വലിയ ക്യൂബ് കിട്ടും. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ ക്യൂബിന്റെ സെൻട്രലായിട്ട് ആയിരിക്കും ആര് വരിക? ഈ പാർട്ടികൾ കിടക്കുന്നുണ്ടാവുക. ഈ പാർട്ടികൾ വലിയ സർഫസ് അല്ലെങ്കിൽ വലിയ ക്യൂബ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ സെൻട്രലായിട്ടാണ് വരിക. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ക്യൂബ് കിട്ടാൻ എന്ത് ചെയ്തു? 8 ക്യൂബ് അടുക്കി വെച്ചപ്പോഴാണ് എനിക്ക് എന്ത് വലിയ ക്യൂബ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അതായത് എനിക്ക് ഈ ക്യൂബിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഒരു പോയിന്റ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഈ വലിയ ക്യൂബിന്റെ ആണെങ്കിൽ ടോട്ടൽ വരെ എന്താണ്? ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്? ഈ ഒരു കേസിലാണ്, അതായത് ഇതിന്റെ എല്ലാ ഫേസിലൂടെയും പാസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? ഇതിന് ചുറ്റും ഉള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. അങ്ങനെയെങ്കിൽ ഓരോ ക്യൂബിൽ 8 ക്യൂബ് ഉണ്ട്. അങ്ങനെ എന്ത് വരും? ക്യൂ ബൈ 8 എപ്സിലോൺ എന്ന് വരും. ഓക്കെ, സംഗതി മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. ഇവിടെയാണ് എന്റെ പാർട്ടികൾ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിന് കറസ്പോണ്ട്, ഇതിന് ചുറ്റും, ഇതിനെ സെന്ററിൽ വരുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു വലിയ ക്യൂബ് അസ്യൂം ചെയ്തു. ഈ വലിയ ക്യൂബ് ഫോം ചെയ്ത് എങ്ങനെ വെച്ചാല് മൊത്തം 8 ക്യൂബുകൾ അറേഞ്ച് ചെയ്ത സമയത്താണ് എന്ത് എനിക്ക് ഈ വലിയ ക്യൂബ് ഈ ചാർജ് കറക്റ്റ് സെന്ററിൽ വന്നത്. ഇനി നിങ്ങൾക്കറിയാം, ഗോസ് തിയറം പ്രകാരം ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് പറഞ്ഞാൽ എന്താ? ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ആരത്? വലിയ ഇതിൻ്റെത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിച്ചത് എന്താ? വലുതിന്റെ അല്ല, ചെറുതിന്റെയാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഈ ക്യൂ ബൈ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ 8 ചെയ്താൽ മതി. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, ക്യൂ ബൈ 8 എപ്സിലോൺ 0. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ പറയാട്ടോ.
നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം, ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഇത് പറഞ്ഞ് പോകാണെങ്കിൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഇപ്പൊ തന്നെ പഠിച്ചു പോകും, അപ്പൊ അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്തത്, എ ഗോഷ്യൻ സർഫസ് എൻക്ലോസസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ, ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഈസ്. ഇത് തെറ്റിക്കരുത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ പെട്ടെന്ന് കിട്ടും. ഒരു ഗോഷ്യൻ സർഫസ് ഉണ്ട് പറഞ്ഞു, ഓക്കെ, ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്തു. ഇനി ഇത് എന്ത് എൻക്ലോസ് ചെയ്ത് അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇലക്ട്രിക് ഡൈപോൾ ആണ്. ചാർജ് അല്ല, ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ ആണ് എന്താ? അവിടെ പ്ലസ് ക്യൂ ഉണ്ടാവും, മൈനസ് ക്യൂ ഉണ്ടാവും. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എന്താ വരിക? ഇവിടെ നെറ്റ് ചാർജ് എന്താ വരിക? ഈ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിൽ നെറ്റ് ചാർജ് എന്താ? 0 അല്ലേ? അപ്പൊ 0 ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താ വരിക? Q/ε0 വരും. അതായത് അവിടെ 0 എന്ന് വരൂലേ? അപ്പൊ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി. ഇത് മനസ്സിലായില്ലേ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. കാരണം എന്താ? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ അതിന്റെ നെറ്റ് ചാർജ് എന്താണ് വരിക? നെറ്റ് ചാർജ് ഒന്ന് പ്ലസ് ക്യൂവും ഒന്ന് മൈനസ് ക്യൂ ആണല്ലോ. അപ്പൊ നെറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് 0 വരും. 0 വരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിൽ എന്തില്ല? ചാർജ് ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ അവിടെ നെറ്റ് ചാർജ് 0 ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഫ്ലക്സ് എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അപ്പൊ എനിക്കിവിടെ ആൻസർ വരുന്നത് 0. അത് ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഹാസ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. യൂസിങ് ഗോസ് ലോ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഡിസ്റ്റൻസ് d ഈസ്. ഇത് പറയൂ, ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അതായത് എക്സാമിന് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് ചോദിക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്ലെയിൻ അല്ല, ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പ്ലെയിൻ ഷീറ്റ് പോലെ അസ്യൂം ചെയ്യാം. ഓക്കെ, പ്ലെയിൻ ഷീറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ സർഫസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഡയറക്റ്റ് ഇക്വേഷൻ അറിയാലോ, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താ വരിക? സിഗ്മ ബൈ 2ε0 അല്ലേ? അതാണ് വരിക. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ചോദിച്ചാണ്. ദെൻ ഇത് പറയൂ, എ ചാർജ് ക്യൂ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ നോൺ കണ്ടക്ടിങ് സ്ഫെറിക്കൽ വോളിയം ഓഫ് റേഡിയസ് ആർ. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് അറ്റ് ഡിസ്റ്റൻസ് ആർ ലെസ് ദാൻ ആർ ഈസ്. നോക്കാം, അതായത് ഒരു ചാർജ് ക്യൂ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ നോൺ കണ്ടക്ടിങ് സ്ഫെറിക്കൽ വോളിയം ഓഫ് റേഡിയസ് ആർ. ഓക്കെ, then the electric field at a point inside at a distance r less than r is. ഇത് നമ്മൾ ഇന്നലെ ഒരു കേസ് പറഞ്ഞതായിരുന്നു ഇതിന്റെ. Q/4πε0 r² ആണോ? അതായത് നമ്മൾ ഇന്നലെ സോളിഡ് സ്ഫിയറിന്റെ കേസിൽ നമ്മൾ ഇൻസൈഡിന് ഒരു റിലേഷൻ പഠിച്ചിരുന്നു. ഇൻസൈഡും പഠിച്ചിരുന്നു, ഔട്ട്സൈഡ് ഒക്കെ പഠിച്ചിരുന്നു. ഇൻസൈഡിൽ ഞാൻ ഇന്നലെ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇൻസൈഡ് സോളിഡ് സ്ഫിയർ ആണ് എങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന് എന്തിന് പ്രൊപ്പോർഷണൽ? ലീനിയർ ആയിട്ടാണ് പോവുക എന്ന് പറഞ്ഞിരുന്നു. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. പിന്നെ ഔട്ട്സൈഡ് ആണ് നമ്മൾ എന്ത് ഇലക്ട്രിക് ഫീൽഡ് നോക്കുന്നതെങ്കിലാണ് നമ്മൾ എന്ത് വരിക? 1/4πε0 Q/r² എന്നൊക്കെ വരിക. അതായത് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r² എവിടെ വരിക? ഔട്ട്സൈഡ് ആണ്. ഈ ഔട്ട് ആണെങ്കിലാണ് എനിക്ക് എന്ത് 1/r² വരിക. ഈ ഇൻ ആണെങ്കിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇവിടെ തന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് വരും? ഇതിന്റെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. ഓപ്ഷൻ ബി ആണെന്ത്? ആർ ലെസ് ദാൻ ആർ ലൈൻ്റെ വാല്യൂ, അതായത് Q/4πε0 r³. ഓക്കെ, ഇത് ഇന്നലെ പ്രത്യേകം പറഞ്ഞതായിരുന്നു, അപ്പൊ അത് നോട്ട് ചെയ്യുക. ആർ ലെസ് ദാൻ ആറിൽ. ഇനി ആർ ഗ്രേറ്റർ ദാൻ ആറിലാണെങ്കിലോ? ആർ ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിലോ നമ്മളെ പോയിന്റ് ചാർജിന് അതേ ഇക്വേഷൻ തന്നെ വരും. അതായത് ഇതൊക്കെ അല്ലേ? പോയിന്റ് ചാർജ് ആണെങ്കിൽ K/4πε0 r² എന്ന് വരും. ഇനി അടുത്ത ചോദ്യം ചെയ്യട്ടെ. അടുത്തത്, എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് എ ക്ലോസ്ഡ് സർഫസ്. ദ ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഈസ്. എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് എ ക്ലോസ്ഡ് സർഫസ്. ഇത് ഒന്ന് ശരിക്കും ആലോചിക്കുക, തെറ്റിക്കരുത്.
സംഭവം സിമ്പിൾ ചോദ്യമാണ്. എ ചാർജ് ക്യൂ ഈസ് ഇതാ നോക്കുക. ഒരു ചാർജ് ക്യൂ എവിടെ വെച്ചിട്ടുള്ളത്? ഔട്ട്സൈഡ് ക്ലോസ്ഡ് സർഫസ്. ദ ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഈസ്, നിങ്ങൾ പറ. ക്യൂ ബൈ എപ്സിലോൺ 0 ആണോ, 0 ആണോ, ഇൻഫിനിറ്റ് ആണോ, അതോ ഡിപ്പെൻസ് ഓൺ ഡിസ്റ്റൻസ് ഓഫ് ദ ചാർജ് ആണോ? എന്താ വരിക ഇലക്ട്രിക് ഫ്ലക്സ്? പറയൂ, എന്ത് വരും? ഇൻഫിനിറ്റ് ആണോ? കമന്റ് ചെയ്യൂ. ഏതാ വരിക? ഡി ആണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചാർജ് എവിടെ വെച്ചിട്ടുള്ളത്? ഔട്ട്സൈഡ് ഓഫ് ദ സർഫസ് ആണ്. യെസ്, അഞ്ജന പറഞ്ഞതാണ് കറക്റ്റ്. 0 ആണ് വരിക. കാരണം എന്താ? നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത് എവിടെ മാത്രമാണ്? ഇൻസൈഡ് സർഫസ് എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് ഔട്ട്സൈഡ് ഇപ്പൊ ചാർജ് ഇവിടെ വെച്ച് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചാർജ് ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഔട്ട്സൈഡിന്റെ കാര്യം ഒന്നും എന്ത് ചെയ്യില്ല, ഒരു ഇലക്ട്രിക് ഫ്ലക്സ് കൺസിഡർ ചെയ്യുമ്പോൾ എടുക്കുന്നില്ല. നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താ? ദ ഫ്ലക്സ് ത്രൂ ദ സർഫസ്, അതായത് ഇതിന്റെ ഉള്ളിലൂടെ എത്ര ഫീൽഡ് ലൈന് പാസ് ചെയ്യുന്നുണ്ടോ അത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്ത് ചാർജ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താ? 0 ആണ് വരുന്നത്. ഓക്കെ, കാരണം ഒന്നുകൂടി പറയാം. കാരണം എന്താ? ചാർജ് എവിടെ വെച്ചിട്ടുള്ളത്? ഔട്ട്സൈഡ് ആണ് ചാർജ് വെച്ചിട്ടുള്ളത്. അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, കറക്റ്റ് ആണ്. 26ാമത്തെ ചോദ്യം. ഇത് നിങ്ങൾ ആൻസർ പറയൂ. എ ക്യൂബ് എൻക്ലോസസ് ചാർജസ് പ്ലസ് ക്യൂ പ്ലസ് 2q മൈനസ് ക്യൂ. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ഈസ്. ഇത് വളരെ ചെറിയ ആർക്കും ചെയ്യാൻ പറ്റും. പറയൂ. 2q ബൈ എപ്സിലോൺ 0 ആണോ, q ബൈ എപ്സിലോൺ 0 ആണോ, അതോ 0 ആണോ, 4q ബൈ എപ്സിലോൺ 0 ആണോ? എന്ത് വരും? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ ചാർജ് ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇനി ഇവിടുത്തെ ക്യൂ എൻക്ലോസ്ഡ്, യെസ്, അഞ്ജന പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവിടുത്തെ ക്യൂ എൻക്ലോസ്ഡ് അല്ലെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് ചാർജ് ക്യൂ എന്ത് വരും? പ്ലസ് ക്യൂ മൊത്തത്തിൽ കൂട്ടിയാൽ പോരെ? അതായത് പ്ലസ് ക്യൂവും 2q കൂട്ടിയാൽ 3q, പിന്നെ ഒരു മൈനസ് ക്യൂ ഉണ്ട്, 3q മൈനസ് ക്യൂ. അതായത് നമുക്ക് ടോട്ടൽ എന്ത് വരും? നെറ്റ് ചാർജ് 2q ആണ് വരിക, അല്ലെങ്കിൽ പ്ലസ് 2q ആണ് വരിക. അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. സിമ്പിൾ അല്ലേ? ദെൻ നെക്സ്റ്റ്, ഇതും തെറ്റിക്കാണ്ട് ചെയ്യാം. Two concentric spherical shell of radius r and 2r carry charges plus q and minus q respectively. The electric field in the region r less than 2r. അതായത് ഇവിടെ രണ്ട് സ്ഫെറിക്കൽ ഷെല്ല് വന്നിട്ടുണ്ട്. ഒന്ന് എന്താ, ഫസ്റ്റ് ഒരു r റേഡിയസിൽ ഒരു സ്ഫെറിക്കൽ ഷെല്ല് ഉണ്ട്, അതിന്റെ ചാർജ് വരുന്നത് പ്ലസ് ക്യൂ ആണ്. അതുപോലെ രണ്ടാമതൊരു സ്ഫെറിക്കൽ ഷെല്ല് വന്നിട്ടുണ്ട്, അതിന്റെ റേഡിയസ് 2r ആണ്, അതിന്റെ വാല്യൂ വരുന്നത് മൈനസ് ക്യൂ ആണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, സ്ഫെറിക്കൽ ഷെല്ല് എന്ന് പറഞ്ഞാൽ തന്നെ ആ ചാർജസ് എവിടെ ഉണ്ടാവുക? ചാർജസ് ഒക്കെ ഇതിന്റെ മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഫുള്ള് മൈനസ്, അങ്ങനെ മൈനസ് ക്യൂ അല്ലേ, മൈനസ് ക്യൂ ചാർജ് ഫുള്ള് 2rന്റെ അവിടെ. അതുപോലെ ഈ ചെറിയ ആറിന്റെ മുകൾ അവിടെ എന്ത് വരും? പ്ലസ് വരും. പ്ലസ് ക്യൂ ആണല്ലോ. ഇനി നമ്മോട് കാണാൻ പറഞ്ഞ എന്താ? ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റീജിയൻ ആറിനും 2rനും ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് നോക്കുക, ഈ റീജിയനിൽ ഈ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആറിനും 2rനും ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അതെന്ത് വരും? നിങ്ങൾ പറ. ആറിനും 2rനും ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? എന്ത് വരും? 0 ആണോ, അതോ q/4πε0 r² ആണോ, അതോ മൈനസ് ആണ് വരിക, അതോ ഡിപ്പെൻസ് ഓൺ തിക്നെസ് ഓഫ് ഷെൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 0 വരുമോ? അത് ആദ്യം പറ. 0 വരുമോ ഈ റീജിയനിൽ? 0 വരുമോ? യെസ്, ബി ആണ് ആൻസർ വരുന്നത്. എന്നാലും നിങ്ങൾ പറ, എ എന്തുകൊണ്ട് വന്നില്ല, 0 എന്തുകൊണ്ട് വന്നില്ല? കാരണം എന്താ നമുക്കറിയാലോ, ഇത് ഈ റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓൾറെഡി എന്തുണ്ട്? ഈ ഓൾറെഡി ചെറിയ റേഡിയസ് ഉള്ള ഇതിന്റെ അക്രോസ് ആയിട്ട് പ്ലസ് ക്യൂ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയി നമുക്ക് ഫീൽഡ് പറയാലോ.
അസ്യൂം ചെയ്യാം. അപ്പൊ അതിന്റെ ഫീൽഡ് നമുക്കറിയാം എന്താ, Q/4πε0 r² ആണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ ഇതെന്താണ്, പോസിറ്റീവ് ചാർജ് അല്ലേ? പോസിറ്റീവ് ആണെങ്കിൽ അത് എങ്ങോട്ടാ പോവുക? നമ്മൾ ഇന്നലെ പഠിച്ചു, പോസിറ്റീവ് ചാർജ് എങ്ങോട്ടോ റേഡിയലി ഔട്ട്വേർഡ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ചെയ്ത് കിട്ടും Q/4πε0 r² ഔട്ട്വേർഡ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനിയിപ്പോ ഇതേ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഈ ഔട്ട്സൈഡ് ഇതിന്റെ മൊത്തത്തിലാണ് ഞാൻ നോക്കുന്നതെങ്കിലോ, ഈ റീജിയനിലാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. അതായത് ഗ്രേറ്റർ ദാൻ ഈ എനിക്ക് കാണേണ്ടത് എവിടെയാണ്, ഗ്രേറ്റർ ദാൻ 2r ആണ്. ഈ 2rന്റെ പുറത്താണ് എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടതെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? എന്ത് വരും? ഈ റീജിയനിലാണെങ്കിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? Q/4πε0 ആണോ അത് മൈനസ് ആണോ? എന്താ വരിക? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് വരും? കമന്റ് ചെയ്യൂ. ആ യെസ്, എന്താ വരിക? 0 അല്ലേ വരിക. കാരണം എന്താ, ഈ പുറത്തുള്ള റീജിയൻ മൊത്തം എടുക്കുകയാണെങ്കിൽ, ഇത് മൊത്തം എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഇവിടെ പുറത്ത് ഇതിന് -Q ചാർജ് ഉണ്ട്, ഇവിടെ ആരുണ്ട്, ഇവിടെ +Q ഉണ്ട്. അപ്പൊ ഇവിടെ നെറ്റ് ചാർജ് നോക്കുകയാണെങ്കിൽ നെറ്റ് ചാർജ് എന്താ വരിക? -Q+Q. അതെന്താണ്? 0 ആണ് വരുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് 2r എന്ത് വരും? 0 വരും. അതേസമയം ഇലക്ട്രിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ r ആൻഡ് 2r എന്ത് വരും? Q/4πε0 r² ഔട്ട്വേർഡ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്നാ ഒരു കേസ് കൂടി ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഈ ഈ ആറിന്റെ ഉള്ളിലാണെങ്കിലോ, ഈ റീജിയൻ ആണ് എന്നോട് ചോദിച്ചത്, അത് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ അതിന്റെ ആൻസർ എന്ത് വരും? ഈ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? ഇൻസൈഡ് r അല്ലെങ്കിൽ ലെസ് ദാൻ r റേഡിയസിൽ വരുന്നത് എന്ത് വരും? Q/4πε0 r² ആണോ? ആണോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. ഏതാണ് വരിക? ഇൻസൈഡ് നമ്മൾ നോക്കുക. ഇൻസൈഡ് ആണ് എങ്കിൽ ഇൻസൈഡ് നമുക്കറിയാം, ഇത് സ്ഫെറിക്കൽ ഷെല്ലല്ലേ? ഷെല്ലിന്റെ സർഫസിൽ മാത്രമല്ലേ ചാർജ് ഉണ്ടാവുള്ളൂ. ഉള്ളിൽ ചാർജ് ഉണ്ടോ? ഇല്ല. ഉള്ളിൽ ചാർജ് ഇല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഇലക്ട്രിക് ഫീൽഡ് എന്തായിട്ട് വരിക? 0 ആണ്. ഓക്കെ. അപ്പൊ ഈ കേസിന്റെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് ഇവിടെ 2rന് പുറത്താണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതുപോലെ ആറിന്റെ ഈ ആറിന്റെ ഇൻസൈഡ് r ആണെങ്കിലും നമുക്ക് എന്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ റീജിയനിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? Q/4πε0 r² ഔട്ട്വേർഡ്. ആ ഔട്ട്വേർഡ് വരാൻ കാരണം ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം ഇത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു. അതായത് r ലെസ് ദാൻ r ആണെങ്കിൽ, ആ ചെറിയ സ്ഫിയറിന്റെ ഉള്ളിലാണ്, ഷെല്ലിന്റെ ഉള്ളിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതുപോലെ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ Q/4πε0 r² ഔട്ട്വേർഡ് ആണ്. അതുപോലെ 2rന് വെളിയിലാണ് ഞാൻ എന്ത് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ദെൻ അടുത്തത്, ദ ഡൈപോൾ മൊമെന്റ് ഓഫ് എ ന്യൂട്രൽ ആറ്റം ഈസ്. ഇത് തെറ്റിക്കരുത്. ഡൈപോൾ മൊമെന്റ് ഓഫ് എ ന്യൂട്രൽ ആറ്റം ഈസ് ഓൾവേസ് നോൺ സീറോ ആണോ? ഓൾവേസ് 0 ആണോ? 0 ഇൻ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്, നോൺ 0 ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്, ഇൻഫൈനൈറ്റ്. എന്താ വരിക? ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ കേസിൽ ഡൈപോൾ മൊമെന്റ് എന്ത് വരും? അതിന്റെ വേരിയേഷൻ എന്ത് വരും? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണോ? ഓൾവേസ് നോൺ 0 എന്ന് പറഞ്ഞാൽ ശരിയാണോ? എല്ലാ സമയം 0 ആയിട്ടാണ് നിൽക്കുക? ആണോ? അല്ല. അതായത് എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? അലൈൻ ചെയ്യും, ഇല്ലേ? അതുപോലെ ഓൾവേസ് 0യും അല്ല, നോൺ 0യും അല്ല, ഓൾവേസ് 0യും അല്ല. അതായത് 0 ഇൻ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. അതായത് ഒരു ഫീൽഡ് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ എന്റെ ന്യൂട്രൽ ആയിട്ടുള്ള എന്തുണ്ട്? എന്റെ ആറ്റം ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ന്യൂട്രൽ ആറ്റം ഉണ്ട്. ഇവിടെ എന്ത് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഫീൽഡ് ഈ ആബ്സെന്റ് ആണെങ്കിൽ, ഈ 0 ആണെങ്കിൽ, സോറി, ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇവിടെ ഇല്ല എങ്കിൽ ഇവിടെ എന്താ വരിക? നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 തന്നെയാണ് വരിക. കാരണം അത് ക്യാൻസൽ ചെയ്ത് പോകും. അതേസമയം ഞാൻ എന്ത്, ഒരു എക്സ്റ്റേണൽ ഫീൽഡിലാണ് എന്റെ ന്യൂട്രൽ ആറ്റം വെച്ചതെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഇത് ചെറുതായിട്ട് ഡൈപോൾ പോലെ ആക്ട് ചെയ്യും. ഓക്കെ, അതായത് നോക്കുക, നോർമലി
ഇങ്ങനെ പ്ലസും മൈനസും ഇങ്ങനെ ഉണ്ടായിരുന്ന ന്യൂട്രൽ ആറ്റം ഞാനൊരു എക്സ്റ്റേണൽ ഫീൽഡിലാണ് വെക്കുന്നതെങ്കിൽ ഇവരെന്തായിട്ട് മാറും? ഇവർ ചെറിയ ഒരു ഡൈപോൾ മൊമെന്റ് കാണിക്കും. ഓക്കെ, ഇങ്ങനെ ചെറിയ ഡൈപോൾ ആയിട്ട്, അതായത് പ്ലസും മൈനസും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. ഇതാണെന്ത്? അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്തെങ്കിൽ നമുക്ക് നോൺ ന്യൂട്രൽ ആറ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് ഡൈപോൾ മൊമെന്റ് ഓഫ് എ ന്യൂട്രൽ ആറ്റം പറഞ്ഞാൽ എല്ലാ സമയത്തും നോൺ സീറോ അല്ല, എല്ലാ സമയത്തും സീറോയും അല്ല. എന്താണ്? എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ല എങ്കിൽ നമുക്കറിയാം, എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ല എങ്കിൽ അതിന്റെ വാല്യൂ സീറോ ആണ്. അതേസമയം അത് എക്സ്റ്റേണൽ ഫീൽഡിലാണ് എന്റെ ന്യൂട്രൽ ആറ്റം വെക്കുന്നതെങ്കിൽ എനിക്ക് എന്ത്? നോൺ സീറോ വാല്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ഡൈപോൾ മൊമെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഓക്കെ അല്ലേ? അടുത്തത്, ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് പോയിന്റ് പി ഈസ്. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് പോയിന്റ് പി. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലെ. എന്നാൽ നിങ്ങൾ അറിവ് വെച്ച് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് നോക്കൂ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇവിടെ പി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ആണ്. സോറി, എന്ത് വരും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് പോയിന്റ് പി 1/4πε0 p/r² ആണോ, p cos θ/r² ആണോ, അതോ p sin θ/r², അതോ സീറോ ആണോ? എന്തായാലും സീറോ അല്ലാന്ന് അറിയാം അല്ലേ? അടുത്തത്, എന്ത് വരും? Electric potential due to dipole at point P, distance r from center, angle theta with respect to dipole axis is. ഓക്കെ, അപ്പൊ അതിന്റെ ആ റിലേഷൻ ജസ്റ്റ് ഒന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട്. എന്താ? അതായത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ, അതിന്റെ ഇക്വേഷൻ വരുന്നത് 1/4πε0 p cos θ/r². ഇനി ഇവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ ആക്സിയൽ ലൈനിലാണ് അല്ലെങ്കിൽ തീറ്റ സീറോ ആണ് എങ്കിൽ, നോക്കുക, ആക്സിയൽ ലൈനിലാണ് നമ്മുടെ പൊട്ടൻഷ്യൽ നോക്കുന്നതെങ്കിൽ നമുക്ക് ഇതാണ് ആക്സിയൽ ലൈന്, ഇത് ഡൈപോൾ, ഇതിന്റെ ആക്സിയൽ ലൈനിലാണ് എന്റെ പൊട്ടൻഷ്യൽ നോക്കുന്നതെങ്കിൽ ഇവിടെ നമുക്കറിയാം കോസ് തീറ്റിന്റെ വാല്യൂ അവിടെ എന്താ? ആക്സിയൽ ആണെങ്കിൽ തീറ്റിന്റെ വാല്യൂ എന്ത് കൊടുക്കുക? സോറി, ആക്സിയൽ ലൈനിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ തീറ്റ സീറോ ആണ്. അതുപോലെ വിന്റെ വാല്യൂ എന്ത് വരും? ഇവിടെ തീറ്റക്ക് സീറോ കൊടുത്താൽ കോസ് തീറ്റ 1 ആയിട്ട് മാറുമല്ലോ, മാറും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? വി ഈക്വൽ ടു 1/4πε0 കോസ് പി കോസ് തീറ്റ എന്നുള്ളത് എന്തായി മാറും? പി ആയിട്ട് മാറും, p/r². അപ്പൊ ആക്സിയൽ ലൈനിലെ വാല്യൂ എന്താണ്? 1/4πε0 p/r². അങ്ങനെയെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈനിലാണ് എങ്കിൽ എന്ത് വരും? ഇക്വിറ്റോറിയൽ ലൈനിലാണ് എങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഇവിടെ ചോദ്യം എന്താണ്? ഇവിടെ പി കോസ് തീറ്റ അല്ലേ? പി കോസ് തീറ്റയില് ഇക്വിറ്റോറിയൽ പറഞ്ഞാൽ ഇതാണ് എന്റെ ഡൈപോള്, ഇതിന്റെ ഇക്വിറ്റോറിയൽ പോയിന്റ് ആണ് എന്താ? ഈ പോയിന്റ് അല്ലേ ഇക്വിറ്റോറിയൽ? അതായത് ഇങ്ങനെയല്ലേ വരിക? ഇതാണല്ലോ എന്റെ ഇക്വിറ്റോറിയൽ പോയിന്റ് വരിക. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ ആംഗിൾ എത്ര വരിക? 90 ഡിഗ്രിയാണ് ആംഗിൾ വരിക. അപ്പൊ കോസ് 90 സീറോ ആയതുകൊണ്ട് ഇക്വിറ്റോറിയൽ ലൈനിൽ എന്റെ പൊട്ടൻഷ്യൽ എന്ത് വരും? സീറോ വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 3 ഇക്വേഷൻസ് നോക്കുക. ഒന്ന്, ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കി ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ 1/4πε0 p cos θ/r². അതേപോലെ ഇവിടെ റിലേഷൻ ഓർത്ത് വെക്കുക. വി എന്തിനാണ് പ്രൊപ്പോർഷണൽ? വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. ഏതിന്റെ കേസിൽ? വിയും നമ്മൾ ഡൈപോൾ മൊമെന്റിന്റെ കേസിൽ വിന്റെ റിലേഷൻ വരുന്നത് വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. അത് പറയാൻ കാരണം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ റിലേഷൻ പഠിക്കും. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r³ എന്നാണ് വരിക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനൊക്കെ ഒരു സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതായത് നോർമൽ ഒരു പോയിന്റ് ചാർജ് മാത്രമാണ്, പോയിന്റ് ചാർജ് നമ്മൾ ഇതുവരെ പഠിച്ചൊക്കെ പോയിന്റ് ചാർജ് ചെയ്യുന്നു, ഒരു ചാർജ്. അങ്ങനെയെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരുന്നു വന്നത്? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. അതേസമയം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്റെ പൊട്ടൻഷ്യൽ എന്താ വന്നത്?
പൊട്ടൻഷ്യൽ വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അതായത് ഇവിടെ r വന്നെങ്കിൽ ഇവിടെ 1/r² വന്നു. ഇനി ഇത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യുക, ആറിന്റെ പവർ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? ഇത് നമ്മളെ മോണോപോൾ അല്ലെങ്കിൽ ഒറ്റ എന്താ പറയുക ചാർജ് മാത്രമാണെങ്കിൽ. ഇനി ഡൈപോൾ അറിയുമ്പോൾ രണ്ട് ചാർജ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അതാണ് ഡൈപോൾ. അങ്ങനെയെങ്കിൽ എനിക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ റിലേഷൻ എന്താ? വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². അതുപോലെ ഇന്റെ റിലേഷൻ എന്ത് വരും? വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r⁻3. ഇനിയിപ്പോ ഇതെന്ത് ക്വാഡ്രപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ക്വാഡ്രപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³ 1/r³ വരും. ഇവിടെ മാറിപ്പോയില്ല. അതായത് ഈ ക്വാഡ്രപ്പോൾ ആണെന്നുണ്ടെങ്കിൽ 1/r⁴ വരും. അതേസമയം പൊട്ടൻഷ്യൽ 1/r³ വരും. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും ഡൈപോളിന്റെ കേസിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് അതിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞതിന്റെ ആൻസർ വന്നത് എന്തായിരുന്നു? ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1/4πε0 p cos θ/r². p sin θ അല്ല കേട്ടോ, അത് മാറിപ്പോരുത്. ഇവിടെ ഡൈപോളിന്റെ കേസിൽ ഏതാണ്? പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കേസ് ആട്ടോ. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ 1/4πε0 p cos θ/r². ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, അതായത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറ്റും. ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് ലാർജ് ഡിസ്റ്റൻസ് ആർ ഫാൾസ് ഓഫ് ആസ്. അതായത് ഇയും ആറും തമ്മിലുള്ള റിലേഷൻ. ഈ എന്താണ് പറ? 1/r-നാണോ? യെസ്, സി ആണ്. വളരെ സിമ്പിൾ ആണോ? 5 പറഞ്ഞാൽ കറക്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നും അറിയാത്ത ആൾക്കും ഇത് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നമുക്ക് ഓൾറെഡി അറിയാം മോണോപോള് മാത്രമാണെങ്കിൽ 1/r² ആണ്. അങ്ങനെയെങ്കിൽ ഡൈപോൾ ആണെങ്കിൽ എന്ത് വരും? 1/r² എന്തായാലും വരാൻ പറ്റൂലല്ലോ, 1/r³ ആണ് വരിക. ഇനി ക്വാഡ്രപോൾ ആണെങ്കിൽ 1/r⁴ വരും. ഇത് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പറയൂ. ഇപ്പൊ ഈ ചോദ്യം പൊട്ടൻഷ്യൽ ആണ് ചോദിച്ചതെങ്കിൽ ഇതിന് ആൻസർ എന്ത് വരും? പറ. പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഡൈപോളിന്റെ കേസിൽ റിലേഷൻ പറയൂ. 1/r ആണോ 1/r² ആണോ? കമന്റ് ചെയ്യൂ. ഏതാണ് വരിക? യെസ്, കറക്റ്റ് ആണ്. 1/r² ആണ് ഇത് ഡൈപോളിന്റെ കേസിൽ. ഇനി നിങ്ങൾക്ക് അറിയാലോ, മോണോപോളിന്റെ കേസിലാണെങ്കിൽ ഒറ്റ ചാർജ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ പോയിന്റ് ചാർജ് ആണെങ്കിൽ 1/r ആണ്. ഓക്കെ, ഇനി ക്വാഡ്രപോൾ ആണെങ്കിൽ വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r³. സോ സിമ്പിൾ. അപ്പം ഇത് ഓക്കെ. അടുത്തത്, ഓൺ ദ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ അറ്റ് ഡിസ്റ്റൻസ് ആർ. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം ഇവിടെ വരുന്നുണ്ട്. ഓൺ ദ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ അറ്റ് ഡിസ്റ്റൻസ് ആർ. അവിടുത്തെ പൊട്ടൻഷ്യലിന്റെയും അതുപോലെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്വഭാവമാണ് ചോദിച്ചിട്ടുള്ളത്. പറ. ഇക്വിറ്റോറിയൽ റീജിയനിൽ എന്താണ് വരിക? ഇക്വിറ്റോറിയൽ റീജിയനിൽ നമുക്കറിയാം ഇവിടെ ആംഗിൾ എന്താണ് വരുന്നത്? 90 ഡിഗ്രി അല്ലേ ആംഗിൾ വരുന്നത്? 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ? കോസിന് ടൈം അല്ലേ വരുന്നത്? അതുകൊണ്ട് അതെന്തായി വരും? V0 ആയിട്ട് വരും. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ട്? അവിടെ വാല്യൂ ഉണ്ട്. നമ്മൾ എന്തായാലും അതിന്റെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരും? ഓപ്ഷൻ എ ആണ് വരിക. കാരണം എന്താ? V=0 ആണ്. ഇ എന്തല്ല? 0 അല്ല, നോൺ സീറോ വാല്യൂ ആണ് വരിക. അതേസമയം ബി തെറ്റാണ്. അതുപോലെ V≠0 പറഞ്ഞത് തെറ്റാണ്. അതുപോലെ ബോത്ത് വി ആൻഡ് ഇ നോൺ സീറോ പറഞ്ഞതും തെറ്റാണ്. ഓക്കെ, ഇനി സപ്പോസ് ഇതേ ചോദ്യം ഇക്വിറ്റോറിയലിന് പകരം ആക്സിയൽ ചോദിച്ചാൽ എന്ത് വരും? ആക്സിയൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ബോത്ത് വി ആൻഡ് ഇ ആർ, ഇതാണോ? 0 അല്ലല്ലോ, എന്താ വരിക? ബോത്ത് വി ആൻഡ് ഇ ആർ നോൺ സീറോ. ഓക്കെ, അതായത് ആക്സിയൽ ആണെങ്കിൽ എന്ത് വരും? ബോത്ത് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും എന്ത് വരും? നോൺ സീറോ ആണ് വരിക. അതേസമയം ഇക്വിറ്റോറിയൽ ആണ് ചോദിച്ചതെങ്കിൽ അവിടെ ആൻസർ എന്ത് വരും? അവിടെ പൊട്ടൻഷ്യൽ 0 ആണ്, ഇലക്ട്രിക് ഫീൽഡ് നോൺ സീറോ ആണ് വരിക. ഇത് ഓക്കെ അല്ലേ? Then the electric dipole moment vector of a molecule points. ഡയറക്റ്റ് ചോദ്യം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് വെക്ടർ എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ എന്താ വരിക? പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവിലേക്കാണോ, അതോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണോ,
എലോങ് ദ അപ്ലൈഡ് ഫീൽഡ് ആണോ പെർപെൻഡിക്കുലർ ടു അപ്ലൈഡ് ഫീൽഡ് ആണോ? പ്ലസ് ക്യൂ മൈനസ് ക്യൂ. എന്താണ് വരിക? നമ്മൾ നേരത്തെ പഠിച്ച കാര്യം എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അതേസമയം ഡൈപോളിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ ഡൈപോൾ മൊമെന്റിന്റെ വെക്ടറിന്റെ ഡയറക്ഷൻ വരെ എന്താ? നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ വരുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെന്ത് നമ്മുടെ ഡൈപോൾ മൊമെന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ വരുന്നത്. അതായത് നമ്മുടെ പി വെക്ടറിന്റെ ഡയറക്ഷൻ വരുന്നത് എവിടുന്ന്? ബി ആണ്. അതായത് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. തെറ്റിപ്പോയത് കേട്ടോ. അതായത് നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോവുക. അതേസമയം നമ്മുടെ പി വെക്ടർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് എന്ത് വരിക? എന്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് വെക്ടർ വരിക. ഓക്കെ ആണല്ലോ? അപ്പൊ ആൻസർ ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ദെൻ അടുത്തത് ഡയറക്റ്റ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഹാസ് എ സീറോ ഡൈപോൾ മൊമെന്റ്? HCl ആണോ, CO2 ആണോ, H2O ആണോ, HF ആണോ? ആലോചിച്ച് നോക്കൂ. സീറോ ഡൈപോൾ മൊമെന്റ് ഉള്ളത് ഇതിലേതാ? ഓപ്ഷൻ ബി. അഞ്ജന പറഞ്ഞ കറക്റ്റ് ആണ്, CO2. എന്തുകൊണ്ടാണ് CO2 സീറോ വന്നത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാലോ CO2ന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാലോ. സി, പിന്നെ ഇവിടെ O, ഇവിടെയും O അല്ലേ? ഇനി നോക്കുക. അതായത് ഇവിടെ എന്തുണ്ടാവും? എന്തായാലും ചാർജ് ഇങ്ങോട്ടും ഇത് എന്ത് ചെയ്യും? ഇതും ഒരു ഡൈപോൾ പോലെ ആക്ട് ചെയ്യും, ഇതും ഒരു ഡൈപോൾ പോലെ ആക്ട് ചെയ്യും. പക്ഷെ നെറ്റ് എഫക്റ്റീവ് എന്താ? ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആയിട്ടാണ് വരിക. അതായത് നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ത് വരും? CO2ന്റെ കേസിൽ സീറോ ആണ് വരിക. കാരണം എന്താ? ഈ CO2ന്റെ അറേഞ്ച്മെന്റ് ലീനിയർ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സിമ്മട്രി അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് എന്ത്? ലീനിയർ ആയിട്ട് അല്ലെങ്കിൽ സിമ്മട്രി ആയിട്ട് CO2 അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഡൈപോൾ മൊമെന്റ് പിന്റെ വാല്യൂ എന്ത് വന്നത്? സീറോ വന്നത്. അതേസമയം HCl എടുക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, HCl എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? നമുക്കറിയാം ഇവിടെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ലേ? കാരണം എന്താ? ഇവിടെ Cl ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് അല്ലേ? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണെങ്കിൽ ഇവര് എന്തായാലും കോവാലൻ ബോണ്ടിലാണ് ഏർപ്പെട്ടത്, നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഇതിനോട് അടുത്താണ് വരിക. അതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് ഒരു ചാർജ് വരും, അതുപോലെ ഇവിടെ പ്ലസ് ചാർജും വരും. അതായത് ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഡൈപോൾ പോലെ HCl ആക്ട് ചെയ്യും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? H2O കേസും പറയാം. പക്ഷെ നമുക്ക് അറിയേണ്ട കാര്യം, H2O എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല എന്തിന്റെ അറേഞ്ച്മെന്റ് കിടക്കുന്നത്? H2ന്റെ അറേഞ്ച്മെന്റ് കിടക്കുന്നത്. ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ സീറോ വരുമായിരുന്നു. പക്ഷെ H2O നമ്മൾ പഠിച്ചിരുന്നതാണ്. H2ന്റെ ഷേപ്പ് ഒക്കെ എന്താണ്? ബെൻഡ് ഷേപ്പ് ഒക്കെ പഠിക്കുന്ന കെമിസ്ട്രിയിൽ. അപ്പം നമുക്കറിയാം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ എന്ത് ബെൻഡിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് സീറോ ആയിരിക്കില്ല. പിന്നെ HF ആണെങ്കിലും സിമിലർ ആയിട്ട് അറിയാം, ഫ്ലോറിൻ എന്നുള്ള ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പൊ ഇതും എന്ത് കാണിക്കുന്നുണ്ട്? നമ്മുടെ പോളാർ നേച്ചർ കാണിക്കുക അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ CO2 ആണ്. Then the torque on a dipole in a uniform field is maximum. ഇത് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയി കിട്ടും. ടോർക്കിന്റെ വാല്യൂ ഒരു ഡൈപോൾ യൂണിഫോം ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടോർക്കിന്റെ വാല്യൂ മാക്സിമം ഏത് സമയത്താണ് ആവുക? 90 ഡിഗ്രിയിലാണോ, 0-യിലാണോ, 180 ആണോ? യെസ് റെനീസ് പറഞ്ഞ ശരിയാണ്, 90 ഡിഗ്രി ആണ്. ഇത് അറിയാലോ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ടോർക്ക് ടോയ്സ് ഈക്വൽ ടു P ക്രോസ് E അല്ലായിരുന്നോ? P ക്രോസ് E ആണ്, അല്ലെങ്കിൽ PE സൈൻ തീറ്റ ആണ്. ഇവിടെ സൈൻ ആയതുകൊണ്ട് തന്നെ തീറ്റ പ്ലസ് ഇത് മാക്സിമം വാല്യൂ എപ്പോഴാണ് വരിക? സൈൻ തീറ്റ 90 ആവുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മുടെ ആൻസർ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അതായത് ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മളിപ്പോ ഏകദേശം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഏതൊക്കെ രീതിയിൽ ചോദ്യം വരാവോ അതൊക്കെ നമ്മൾ എന്താ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. For a fixed dipole moment P, if the separation between charges is doubled, the magnitude of each charge must. ഇത് പറ. ഇത് നിങ്ങൾക്ക് ഡൈപോൾ മൊമെന്റ് എന്താണ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഫോർ എ ഫിക്സഡ് ഡൈപോൾ മൊമെന്റ്. ഇവിടെ P എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് തന്നിട്ടുള്ളത് P.
പിക്ക് വേരിയേഷൻ ഇല്ല. ഇഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ചാർജസ്, അതായത് ആദ്യം ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? സെപ്പറേഷന്റെ ഇത് ഡബിൾ ആയി. ഓക്കെ, അതായത് ഇങ്ങനെ ഉണ്ടായിരുന്നത് ഞാനിപ്പോ എന്ത് ചെയ്തു? ഡബിൾ ആയിട്ട് എടുത്തു. ഓക്കെ, ഇതിപ്പം ഡിസ്റ്റൻസ് 10 ആയിരുന്നെങ്കിൽ ഇതിപ്പോ 20 ആയി ഡിസ്റ്റൻസ്. അങ്ങനെയെങ്കിൽ പക്ഷെ ഇവിടെ പിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ചാർജിന്റെ വാല്യൂ എന്തായിട്ട് മാറും? ചാർജിന് എന്താ സംഭവിക്കുക? ചാർജ് ഡബിൾ ആവുമോ, അതോ ചാർജ് പകുതിയാണ് ആവുക, അതോ സെയിം ആയിട്ട് ഇരിക്കുമോ, സീറോ ആവുമോ? പറയൂ, എന്ത് വരും? യെസ്, എ ആണ് അല്ലെ, ഹാഫ് ആണ് വരിക. കാരണം എന്താ? നമുക്കറിയാം ഡൈപോളമെന്റിന്റെ ബേസിക് നമ്മുടെ ഇക്വേഷൻ പറയാലോ. ഡൈപോളമെന്റ് പറഞ്ഞാൽ എന്താ? പി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇൻ ഡി ഇൻറ്റു ചാർജ് ആണ്. ഓക്കെ, ഡി ഇൻറ്റു ക്യൂ ആണ് ഡിസ്റ്റൻസ് ഇൻറ്റു ചാർജ്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ഡബിൾ ആയി, 2D ആയി. പക്ഷെ നമുക്ക് ഇവിടെ പിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? പി മാറുന്നേ ഇല്ല. അപ്പൊ ഇവിടെ ക്യൂവിന്റെ വാല്യൂ എന്തായിട്ട് മാറണം? പകുതി ആയാലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡി ക്യൂ എന്ന വാല്യൂ കിട്ടുള്ളൂ. അതായത് ക്യൂവിന്റെ വാല്യൂ എന്തായിട്ട് മാറണം? പകുതി ആവണം. എന്നാലാണ് എന്ത് നമുക്ക് എന്ത് കിട്ടുക? സെയിം ആയിട്ട് കിട്ടുക. അതായത് ഇവിടെ ചാർജ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് എന്തായിട്ട് മാറും? ഹാഫ് ആയിട്ട് മാറും. അതായത് ഇപ്പൊ ഇവിടെ 2 കൂളോംബ് ഉണ്ടായിരുന്നു. ദെൻ ഇവിടെ ഇതൊരു സെപ്പറേഷൻ 5 സെന്റിമീറ്റർ ആണ് വിചാരിക്കുക. ഇത് ഞാൻ എന്ത് ചെയ്തു? ഇത് ഡിസ്റ്റൻസ് ഡബിൾ ആക്കി, ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ആക്കി. അതേ സമയത്ത് ഇതിന്റെ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡൈപ്ലോമെന്റിന്റെ വാല്യൂ മാറുന്നില്ല എങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും? ഇവിടെ 1 കൂളംബ് ആയിട്ട് മാറും, ഇവിടെയും 1 കൂളംബ് ആയി മാറും. അപ്പോഴല്ലേ കറക്റ്റ് ആവുള്ളൂ. അതായത് എന്താ? 5 × 2 10. ഇവിടെ എന്താ വരിക? 10 × 1 10. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എ, ഹാഫ്. അപ്പൊ ഡൈപ്ലോമെന്റിന്റെ ജസ്റ്റ് ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു കുറച്ച് തിയറീസ് കൂടി പറഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നോക്കാം എന്താണ് ഡൈപ്ലോമെന്റ് അല്ലെങ്കിൽ ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. ഇവിടെ 2a എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഡെറിവേഷന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളൂ. നമുക്കറിയാം ജസ്റ്റ് എന്താ ആ ഡിസ്റ്റൻസിനെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെങ്കിലും. അപ്പൊ ഡൈപോൾ പറഞ്ഞാൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി എന്നോ അല്ലെങ്കിൽ 2a എന്നോ എന്താവട്ടെ. ഇനി ഡി ആണെങ്കിൽ നമുക്ക് പി പറഞ്ഞാൽ എന്തായിട്ട് എഴുതാൻ പറ്റും? ഡി ആണെങ്കിൽ ഡി ഇൻറ്റു ക്യൂ എന്ന് എഴുതാൻ പറ്റും. ഇനി അല്ല 2a വെച്ച് എഴുതാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? 2aq എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡൈപ്ലോമെന്റ് പി എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. പിന്നെ ഡി ക്യാപ്പ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഡൈപ്ലോമെന്റ് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ? ഡൈപ്ലോമെന്റ് വെക്ടർ ആയതുകൊണ്ടാണ് ജസ്റ്റ് എന്ത് ഇവിടെ അതിന്റെ യൂണിറ്റ് വെക്ടർ എഴുതിയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ആ പോയിന്റ് നോക്കുക. ദ ഡയറക്ഷൻ ഓഫ് പി എന്താണ് വരുന്നത്? ഡയറക്ഷൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് നമ്മുടെ ഡൈപ്ലോമെന്റിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നേരത്തെ ഡിസ്കസ് ചെയ്താണ് പൊട്ടൻഷ്യലിന്റെ കാര്യം. ഇവിടെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഒരു ചെറിയ ആംഗിളിലാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് 1/4πε0 പി കോസ് തീറ്റ ബൈ സോറി പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇവിടെ വേരിയേഷൻ വരുന്നത് വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ. നേരത്തെ പറഞ്ഞ തന്നെ ആക്സിയൽ ലൈനിലാണെന്നുണ്ടെങ്കിൽ തീറ്റിന്റെ വാല്യൂ 0, അതായത് ഇവിടെ എന്ത് വരും? കോസ് തീറ്റ 1 വരും. അങ്ങനെ v ഈക്വൽ ടു 1/4πε0 p/r സ്ക്വയർ എന്ന് വരും. അതേസമയം ഇക്വറ്റോറിയൽ ലൈനിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യുക, ഇക്വറ്റോറിയൽ ലൈനിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0 ആണ്. കാരണം എന്താ? ഇവിടുത്തെ തീറ്റ എന്ത് വരും? 90 ഡിഗ്രി വരും. അടുത്തത് പൊട്ടൻഷ്യലിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യം. ഇലക്ട്രിക് ഫീൽഡ് പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്കറിയാം, ഇവിടെ ഫോഴ്സ് എന്താ വരിക? ഡൈപോളിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡൈപോളമെന്റ് ആകുമ്പോൾ നമുക്കറിയാം അവിടെ യൂണിഫോം ഫീൽഡിലാണ് എന്റെ ചാർജ് ഡൈപോൾ കിടക്കുന്നതെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ ഫോഴ്സ് അവിടെ എന്ത് വരും? ഒരു ഒന്നിൻ്റെത് പ്ലസ് ഇ ക്യൂവും രണ്ടാമത്തേത് മൈനസ് ഇ ക്യൂ ആണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് പറഞ്ഞാൽ എന്ത് വരും? ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 ആണ് വരിക. അതായത് യൂണിഫോം ഫീൽഡിൽ നമുക്ക് എന്ത് നമ്മുടെ ഫോഴ്സിന്റെ വാല്യൂ വരുന്നത് 0 ആണ്. അപ്പൊ ഡൈപോളിന്റെ കേസിൽ നോക്കുക, ഡൈപോളിന്റെ കേസിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എന്താണ്? നെറ്റ് ഫോഴ്സ് 0 ആണ്. പക്ഷെ അവിടെ ടോർക്ക് 0 അല്ലെങ്കിൽ ഫോഴ്സ് 0 വിചാരിച്ചാൽ ടോർക്ക് 0 വിചാരിക്കരുത്. ഇവിടെ ടോർക്കിന്റെ വാല്യൂ എന്ത് വരും? പി ക്രോസ് ഇ വരും. ഓക്കെ, ഇനി ഈ കേസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് ഡെറിവേഷൻ പഠിക്കുന്ന ടോപ്പിക് വരുന്നത്.
അതായത് ഇവിടെ ആക്സിയൽ ലൈനിലാണ് എങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ വരിക ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ആക്സിയൽ ഈക്വൽ ടു 1/4πε0 2p/r³. അപ്പൊ ആക്സിയൽ അതായത് ഇതാണ് ഉദ്ദേശിച്ചുള്ളത്. ഈ റീജിയനിലാണ് ഇതാണ് ആക്സിസ് പോയിന്റ് വരുന്നത് ഇങ്ങനെ. അങ്ങനെയെങ്കിൽ ഈ ആക്സിയലിന്റെ വാല്യൂ വരുന്നത് 1/4πε0 2p/r³. ഇനി ഇക്വറ്റോറിയൽ റീജിയൻ ആണെങ്കിൽ എന്ത് വരും? ഇക്വറ്റോറിയൽ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇത് ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയാം. അങ്ങനെ ഇക്വറ്റോറിയൽ റീജിയനിലാണ് എങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ വരുന്നത് 1/4πε0 p/r³. ഇവിടെ റിലേഷൻ നോക്കുക. ഇവിടെ എന്താ ഈ ആക്സിയലിന്റെ വാല്യൂയിൽ എന്ത് വന്നു? 2p/r³. ഇക്വറ്റോറിയൽ ആണെങ്കിൽ എന്ത് വന്നു? p/r³. അപ്പൊ നമ്മൾ റിലേഷൻ എന്താ? അതായത് ചുരുക്കി പറഞ്ഞാല് ഇക്വറ്റോറിയലിന്റെ ഡബിൾ ആണ് ആര് വരുന്നത്? 2 ടൈംസ് ഈ ഇക്വറ്റോറിയലാണ് ആര് വരുന്നത്? ഈ ആക്സിയൽ വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ റിലേഷൻ ഓർത്ത് വെക്കുക. അതായത് ഈ ആക്സിയൽ പറഞ്ഞാൽ ഇവിടെ വരുന്നത് എന്താ? 2p/r³ ആണ്. ഇവിടെ വരുന്നത് എന്താ? ഈ ഇക്വറ്റോറിയൽ ആണെങ്കിൽ p/r³ ആണ്. അതിനർത്ഥം എന്താ? ഈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡബിളിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ആ റിലേഷൻ ഓർത്ത് വെക്കുക, ഈ വാല്യൂ മനസ്സിലാക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിന്റെ റിലേഷൻ എന്താ വരുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇക്വറ്റോറിയൽ ആവട്ടെ ആക്സിയൽ ആവട്ടെ അതിന്റെ റിലേഷൻ വരുന്നത് എന്താ? 1/r³ ആണ്. തെറ്റിപ്പോകരുത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങളായിട്ട് വരാം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പൊട്ടൻഷ്യലിന്റെ കേസിൽ 1/r² ആണ് ഡൈപോളിന്റെ ഇത് വരിക. അതേസമയം മോണോപോൾ അല്ലെങ്കിൽ പോയിന്റ് ചാർജ് ഒക്കെ ആണെങ്കിൽ അവിടെ റിലേഷൻ 1/r വരും. അതുപോലെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 1/r³ ആണ് ഡൈപോൾ വരിക. അതേസമയം മോണോപോളോ അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ചാർജ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ റിലേഷൻ വരുന്നത് 1/r² അനുസരിച്ചാണ്. ഓക്കെ, പിന്നെ ഇക്വറ്റോറിയൽ ലൈനിൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഇക്വറ്റോറിയൽ റീജിയനിൽ വിന്റെ വാല്യൂ 0 ആണ്. അതേസമയം ഈ എന്താണ്? ഈ നോട്ട് ഈക്വൽ 0 ആണ്. നമ്മൾ നേരത്തെ വാല്യൂ പഠിച്ചല്ലോ, അതായത് 1/4πε0 p/r³ എന്ന വാല്യൂ പഠിച്ചല്ലോ. അതായത് ഇക്വറ്റോറിയൽ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് നോൺ 0 ആണ്. ഇത് ഓക്കെ അല്ലേ? ഇനി അടുത്തത് ജസ്റ്റ് ഇപ്പോൾ ആ പറഞ്ഞ കാര്യം തന്നെയാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലെ ഡൈപോൾ, അതിന്റെ ടോർക്ക് എന്ത് വരും? ടോ ഈക്വൽ ടു p×e അല്ലെങ്കിൽ PE sin θ എന്ന് എഴുതാം. ടോ ഈക്വൽ ടു PE sin θ. അതുപോലെ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിന്റെ ടേം -p.E ആണ്, അല്ലെങ്കിൽ -PE cos θ എന്ന് വരും. ഇനി ഇതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? തീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കപ്പാസിറ്റൻസിന്റെ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏകദേശം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ഇനി ഇതിൽ ജസ്റ്റ് പറയാനുള്ളത്, ഇന്നലെ പറയാൻ വിട്ടുപോയത് കപ്പാസിറ്റൻസ് ആയിരുന്നു. അതും കൂടി പറഞ്ഞാൽ നമ്മുടെ ആ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ആ മൊഡ്യൂള് അല്ലെങ്കിൽ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. നമ്മളിപ്പോൾ അതിന്റെ ഇതുവരെയുള്ള കംപ്ലീറ്റ് ടോപ്പിക്സ് കവർ ചെയ്തു. ഇതിൽ നിന്ന് വരാവുന്ന മാക്സിമം പ്രോബ്ലംസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി കപ്പാസിറ്റൻസ് ആണുള്ളത്. ഇതിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ മേ ബി പ്രോബ്ലംസ് ചോദിക്കാം. നിങ്ങൾ ഇതിന്റെ ബേസിക് ഇക്വേഷൻസ് ആലോചിക്കുക. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് നമ്മൾ പഠിച്ചല്ലോ, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അതേപോലെ തന്നെ ഇവിടെയും പ്രോബ്ലംസ് വരാം. സിമ്പിളായ ചോദ്യങ്ങളെ വരുള്ളൂ. സോ ഇക്വേഷൻസ് എന്തായാലും ഇക്വേഷൻ അതുപോലെ ആ റിലേറ്റ് ചെയ്യണ ആ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ആ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി കപ്പാസിറ്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. കപ്പാസിറ്റൻസ് പറഞ്ഞാൽ എന്താ? അതായത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ സിസ്റ്റം ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് പെർ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒന്നുമില്ല, അതായത് കപ്പാസിറ്റർ പറഞ്ഞാൽ എന്താ? ചാർജ് സ്റ്റോർ ചെയ്യേണ്ട ഡിവൈസ് ആണ് അല്ലേ? അപ്പൊ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ആ എബിലിറ്റി അതിനെയാണ് എന്ത് വിളിക്കുക? കപ്പാസിറ്റൻസ് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് സി എന്ന ലെറ്റർ കൊണ്ട് അല്ലേ? സി. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് പെർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. Q/V ആണെന്ത്? കപ്പാസിറ്റൻസ്. ഇനി Q എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജ്, അത് ഡിവൈഡ് ബൈ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ. ഇതാണ് എന്റെ കപ്പാസിറ്റർ എങ്കിൽ ഇതിന് അക്രോസ് ആയിട്ട് ചാർജ് Qവും ഇതിന് ഞാൻ അപ്ലൈ ചെയ്ത വോൾട്ടേജ് Vയും ആണ് എങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും കപ്പാസിറ്റൻസ് C ഈക്വൽ ടു Q/V. ഓക്കെ അല്ലേ? ഇനി ഏത് ക്വാണ്ടിറ്റി പഠിക്കുകയാണെങ്കിലും അതിന്റെ യൂണിറ്റും ഡയമെൻഷനൊക്കെ നമുക്ക് അറിയണം. ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ F എന്നുള്ള ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ
പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്താൽ എങ്ങനെ വരും? കപ്പാസിറ്റൻസ് പറഞ്ഞാൽ 1 ഫാരഡ്. അത് പറഞ്ഞാൽ എന്താണ്? 1 ഫാരഡ് ഈക്വൽ ടു ക്യൂവിന്റെ യൂണിറ്റ് കൂളംബ്. കൂളം ഡിവൈഡഡ് ബൈ വിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താ? വോൾട്ട് തന്നെ അല്ലേ? അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. കപ്പാസിറ്റൻസ് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫാരഡിന്റെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ കൂളം ഡിവൈഡഡ് ബൈ വോൾട്ട്. ഇത് മാറിപ്പോയത് ഈ സി എന്നുള്ളത് എന്താണ്? നമ്മുടെ കൂളം ആണ്, അല്ലാതെ ഈ സി അല്ല കേട്ടോ, മാറിപ്പോരുത്. ഇവിടെ യൂണിറ്റ് പറയുമ്പോൾ കൂളം ഡിവൈഡ് ബൈ വോൾട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഫാരഡ് എന്നും പറയാം. ഓക്കെ. പിന്നെ കപ്പാസിറ്ററിന് നമുക്കറിയാം പല ടൈപ്പ് ഉണ്ട്. എന്താ പറയാ, സിലിണ്ടറിക്കൽ ടൈപ്പ് ഉണ്ട്, സ്ഫെറിക്കൽ ടൈപ്പ് ഉണ്ട്. പിന്നെ നോർമലിൽ കാണുന്ന എന്താ പറയാ പ്ലെയിൻ ടൈപ്പ് കപ്പാസിറ്റേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഇക്വേഷൻസ് നമുക്ക് ഡയറക്റ്റ് പഠിക്കാനുണ്ട്. ഡെറിവേഷൻ ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് അറിഞ്ഞാൽ മതിയാവും. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റൻസ്. അതായത് ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇതിന്റെ ഇടയിൽ ഞാൻ എന്ത് വെച്ചു? ഡൈഇലക്ട്രിക് വെച്ചു. ഇതിന്റെ ഇടയിൽ മേ ബി നമുക്ക് എന്ത് ചെയ്യാം? ഡൈഇലക്ട്രിക് ആയിട്ട് അവിടെ എയറും അല്ലെങ്കിൽ വാക്വം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഞാൻ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചുവെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അവിടെ അതിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ എന്ത് കപ്പാസിറ്റർ ഒരു 2 മെറ്റൽ പ്ലേറ്റ് വെച്ചു, അതിന് ക്രോസ് ആയിട്ട് എന്റെ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. ഇനി ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ഡി ആണെങ്കിൽ, അതായത് ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ഡി ആണെങ്കിൽ, അതുപോലെ ഇതിന്റെ ഈ മെറ്റൽ പ്ലേറ്റിന്റെ ഏരിയ എ ആണ് എങ്കിൽ, അതുപോലെ ഇവിടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ റിലേഷൻ എഴുതാൻ പറ്റും. സി എന്തിനൊക്കെ പ്രൊപ്പോർഷണലാ? സി ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ മെറ്റൽ പ്ലേറ്റ്. അതായത് ആ കപ്പാസിറ്ററിന്റെ മെറ്റൽ പ്ലേറ്റിന്റെ ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ ആ കപ്പാസിറ്റർ, അതായത് ഇവ തമ്മിൽ ഡിസ്റ്റൻസ്, ഇപ്പൊ ഇതൊരു കപ്പാസിറ്റർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നോക്കുക, ഇതിപ്പോ വലിയ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിനായിരിക്കും എന്ത്? ഏറ്റവും കൂടുതൽ കപ്പാസിറ്റൻസ് ഉണ്ടാവുക. അതായത് കപ്പാസിറ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. ഓക്കെ. അങ്ങനെയെങ്കിൽ എനിക്ക് ഇതിനെ ഒരുമിച്ച് ഇക്വേഷൻ എഴുതാം. സി ഈക്വൽ ടു എ എപ്സിലോൺ 0. ഞാൻ ഇവിടെ ഡൈഇലക്ട്രിക് യൂസ് ചെയ്തുകൊണ്ടാണ് എപ്സിലോൺ ആർ കൂടി വരുന്നത്. എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഡിവൈഡഡ് ബൈ ഡി. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഏരിയ, ആ പ്ലേറ്റിന്റെ ഏരിയ ആണ് എന്ത്? എ വരുന്നത്. അതുപോലെ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ. പിന്നെ എപ്സിലോൺ 0 നിങ്ങൾക്ക് അറിയാം പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതുപോലെ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഏത് നമുക്കറിയാം, അതിനെ നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഒക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ. അതായത് ഏത് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് എപ്സിലോൺ ആർ നമുക്ക് പറയാൻ പറ്റും. ദെൻ അപ്പൊ ഈ ഇക്വേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? എക്സാമിന് പ്രോബ്ലം ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഇൻവേഴ്സും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ചോദിക്കാം. അതേപോലെ എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങളോട് നേരത്തെ ചോദിച്ച പോലെ ഏരിയ ഞാൻ ഡബിൾ ആക്കി, ഏരിയ 2 ടൈംസ് ആക്കി. അതുപോലെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എനിക്ക് കോൺസ്റ്റന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡി എന്താക്കി മാറ്റണം? ഡി ഡബിൾ ആക്കാൻ പറ്റുമോ? പറ്റൂല. ഡി എന്താക്കി മാറ്റണം? അത് കുറക്കല വേണ്ടത്, അത് ഹാഫ് ആക്കി മാറ്റേണ്ടി വരും. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇതിങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാം. ദെൻ അടുത്തത്, ഇതും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഇത് വെച്ച് നിങ്ങൾക്ക് ചോദിക്കാം. 3 ഇക്വേഷൻസ് പഠിക്കാണ്ട്. ജസ്റ്റ് ഇതൊക്കെ ഒരു അറേഞ്ച്മെന്റ് തന്നെയാണ്. അത് നേരത്തെ തന്ന സി ഈക്വൽ ടു ക്യൂ ബൈ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ് എന്ത് നമുക്ക് ഇതിൽ ഓരോന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും യു ഫസ്റ്റ് ഇക്വേഷൻ ആണെന്ത്? ഇവിടുത്തെ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ യു ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. സി പറഞ്ഞാല് അവിടുത്തെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ, വി എന്ന് പറഞ്ഞാൽ അതിന്റെ വോൾട്ട്. ഇനി അല്ല നമുക്ക് എന്ത്, ഇനി ക്യൂവും സിയും തമ്മിൽ റിലേഷൻ ആണെങ്കിൽ യു ഈക്വൽ ടു എന്ത് കിട്ടും? ക്യൂ സ്ക്വയർ ബൈ 2c. ഓക്കെ. അതേപോലെ വേറെ ഇക്വേഷൻ ഉണ്ട്, ഹാഫ് ഇൻറ്റു ക്യൂ ഇൻറ്റു വി എന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ യു ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ, അല്ലെങ്കിൽ യു ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ക്യൂ ഇൻറ്റു വി. ഇതാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഓക്കെ. ദെൻ ലാസ്റ്റ് ടോപ്പിക്, കോമ്പിനേഷൻ ഓഫ് എ കപ്പാസിറ്റേഴ്സ്. ഇത് നമുക്ക് റെസിസ്റ്റൻസ് അറിയുന്ന ആളുകൾക്ക് കപ്പാസിറ്റൻസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ? റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്, അല്ലേ? നമ്മളിപ്പോ റെസിസ്റ്റൻസിന്റെ സീരീസ് ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ട്? സീരീസ് ആണെങ്കിൽ R1 പ്ലസ്
R2 പ്ലസ് എക്സെട്ര അങ്ങനെ പോവും. അതേസമയം അത് പാരലൽ ആണെങ്കിൽ നമ്മൾ എന്ത് 1/R എഫക്റ്റീവ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഇങ്ങനെയാണ് എന്ത് നമ്മൾ റെസിസ്റ്റൻസിന്റെ കേസിൽ പണ്ട് പഠിച്ച കാര്യം. ഇത് അറിയുന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് നമ്മുടെ കപ്പാസിറ്റൻസിന്റെ അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് വരുന്നത്. അതായത് സീരീസ് കേസിലാണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ഈക്വൽ ടു 1/CQ ഈക്വൽ ടു എന്ത് വരും 1/C1 പ്ലസ് 1/C2 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ. അതേസമയം പാരലൽ കണക്ഷൻ ആണ് എങ്കിൽ നേരെ എന്ത് ഡയറക്റ്റ് എടുത്ത് ആഡ് ചെയ്താൽ മതി. പാരലൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം C1 പ്ലസ് C2 പ്ലസ് C3 അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് കപ്പാസിറ്റൻസിന്റെ കോമ്പിനേഷൻ. ഇത് വെച്ച് നിങ്ങൾക്ക് മേ ബി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്തായാലും സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. കപ്പാസിറ്ററിന്റെ സീരീസ് കണക്ഷൻ ആണെങ്കിൽ 1/C ഇക്വലന്റ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് എക്സെട്ര അങ്ങനെയാണ് വരിക. അതേസമയം പാരലൽ കണക്ഷൻ ആണ് എങ്കിൽ നമുക്ക് എന്ത് ഇക്വലന്റ് ഈക്വൽ ടു C ഇക്വലന്റ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C എക്സെട്ര. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ സിന്റെ വാല്യൂ C1ഉം C2 ഒക്കെ സെയിം ആണെങ്കിൽ എന്ത് വരും? C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C ആണെങ്കിൽ ഒരേ വാല്യൂ അല്ലെങ്കിൽ സെയിം കപ്പാസിറ്റൻസ് തന്നെയാണ് എന്ത് കപ്പാസിറ്ററിനെ ഞാൻ ഈ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വലന്റ് ഇക്വേഷൻ എന്ത് വരും? ഒരു എഫക്റ്റീവ് വാല്യൂ എന്ത് വരും? സീരീസ് ആണെങ്കിൽ എന്ത് വരും? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? C ഡിവൈഡഡ് ബൈ N ചെയ്താൽ മതി. അതായത് 10 കപ്പാസിറ്റർ ഉണ്ട്. ഇപ്പൊ ഞാൻ സിന്റെ വാല്യൂ 1 മൈക്രോ ഫാരഡ് ആണ് വിചാരിച്ചോളൂ. 10 കപ്പാസിറ്റൻസ് എങ്ങനെ സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഇട്ട് കൊടുത്താൽ മതി എന്താ 1 മൈക്രോ ഫാരഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റൻസ്. അതായത് 1/10 മൈക്രോ ഫാരഡ് ആണെന്ത് നമ്മുടെ ആൻസർ വരിക. ഓക്കെ. അതേസമയം ഇത് പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്ത് വരും? 1 മൈക്രോ ഫാരഡ് എൻ്റെ കയ്യിൽ ഒരു 100 എണ്ണം ഉണ്ട് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ എന്താ അതിന് ആൻസർ വരിക? നമുക്ക് ഇങ്ങനെ C1 പ്ലസ് C2 പ്ലസ് C3 ആണ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേരെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പാരലൽ കണക്ഷൻ ആണ് എങ്കിൽ ജസ്റ്റ് ആ നമ്പർ കൊണ്ട് സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അതായത് ഇതിന്റെ ആൻസർ വരിക 1 മൈക്രോ ഫാരഡ് ഇൻറ്റു 100. ഇതാണെന്ത് ഇവിടെ ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സീരീസ് കണക്ഷനിൽ സെയിം ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ് വരുന്നതെങ്കിൽ അവിടുത്തെ വാല്യൂ വരുന്നത് എന്താണ്? ഇക്വലന്റ് വാല്യൂ വരുന്നത് C/N ആണ്. അതേപോലെ പാരലൽ കോമ്പിനേഷൻ ആണ് എങ്കിൽ അവിടുത്തെ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വാല്യൂ വരുന്നത് എന്താണ്? N/C ആണ്. ഓക്കെ. അപ്പോൾ മാറിപ്പോരുത്. അതിൽ N പറഞ്ഞാൽ നമ്പർ ഓഫ് കപ്പാസിറ്റൻസ് ആണ്. ഇത് ഓക്കെ ആണല്ലോ? അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ അല്ലേ? എനിബഡി? നമ്മളിപ്പോ നമ്മുടെ ഫിംഗർ പ്രിന്റിന്റെ സെക്കൻഡ് മൊഡ്യൂൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ആ ടോപ്പിക്കിൽ ഏകദേശം ടോപ്പിക്സ് കവർ ആയിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ നീട്ടി പറയാൻ കാരണം നിങ്ങൾക്ക് ഇനി വീണ്ടും ഇപ്പോൾ വീഡിയോ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി ആ PDF നമ്മൾ നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഓക്കെ. ഇനി രണ്ടാമത് നമുക്ക് എന്ത് നോക്കാൻ സമയം കിട്ടൂല. എക്സാമിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മാക്സിമം നമുക്ക് എന്ത് സിലബസ് തീർക്കും വേണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? പഠിച്ച് പോവുക. അതാണ്. ഇനി പിന്നെ ഈ MCQ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടേ? അത് ഇന്നലെ ചോദിച്ചിട്ട് ചില ആളുകൾ റിപ്ലൈ തന്നിരുന്നു. ഇങ്ങനെ പോയാൽ പോരാ, അതോ തിയറി മാത്രം പറയണോ? എന്താ വേണ്ടത് വെച്ചാൽ പറയുകൊണ്ടു. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.